السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരൻ, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസം. ചില ഉലമാക്കൾ പറഞ്ഞു, പരലോക വിശ്വാസം അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് പരലോകത്ത് നടക്കാനിരിക്കുന്ന വിചാരണയാണ്, ഹിസാബാണ്. വിശുദ്ധ ഖുർആനിൽ പരലോകത്തെ, അന്ത്യനാളിനെ വിശേഷിപ്പിച്ചുകൊണ്ട് യൗമുൽ ഹിസാബ്, വിചാരണയുടെ നാൾ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഹിസാബിലുള്ള വിശ്വാസം അവൻ്റെ ഹൃദയത്തെ അങ്ങേയറ്റം സ്വാധീനിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നത് പോലെ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ, ഹാസിബു അൻഫുസകും, നിങ്ങൾ വിചാരണ ചെയ്യുക, ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ അള്ളാഹുവിൻ്റെ മുൻപിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ്. അൽ ഹിസാബ്, വിചാരണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലമാക്കൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമയെ അവരുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നീ ഇന്ന പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, നീ എന്തുകൊണ്ട് ഇന്നത് ചെയ്തില്ല, എന്തുകൊണ്ട് ഇപ്രകാരം പ്രവർത്തിച്ചു, നിൻ്റെ സമ്പത്ത് കൊണ്ട് എന്താണ് ചെയ്തത്, ആയുസ് കൊണ്ട് എന്താണ് ചെയ്തത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമയോട് ചോദ്യം ചെയ്യുക എന്നതാണ് ഹിസാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം ഇടങ്ങളിൽ ഹിസാബിനെ കുറിച്ച്, വിചാരണയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറയുന്നു, വത്തഖുല്ലാഹ ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തീർച്ചയായും അള്ളാഹു വേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാണ്. സൂറത്തുൽ അംബിയായിൽ അള്ളാഹു പറഞ്ഞു, വനദഉൽ മവാസീന അൽ ഖിസ്ത ലിയൗമിൽ ഖിയാമഹ, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ കൂടിയ സർവർക്കും വേണ്ടി വനദഉൽ മവാസീന അൽ ഖിസ്ത, നീതിയുടെ തുലാസ് നാം സ്ഥാപിക്കുന്നതാണ്. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅൻ, അന്നേ ദിവസം ഒരു വ്യക്തിയും ഒരാളും തന്നെ യാതൊരു നിലക്കും അനീതി ചെയ്യപ്പെടുന്നതല്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണിയുടെ വലുപ്പമുള്ള കാര്യമാണെങ്കിലും അതൈനാ ബിഹാ, നാം അത് കൊണ്ടുവരുന്നതാണ്. വകഫാ ബിനാ ഹാസിബീൻ, വിചാരണ ചെയ്യാൻ അള്ളാഹു പറയാണ്, നാം മതിയായവനാണ്. ഒരു കടുകുമണിയുടെ വലുപ്പമുള്ള കാര്യമാണെങ്കിലും അന്ത്യനാളിൽ വിചാരണക്കായി അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ്. എത്ര ചെറിയ കാര്യമാണത്! ഒരു കടുകുമണിയാണ് അന്യായമായി കൈപ്പറ്റിയതെങ്കിൽ, അന്യായമായി ചെലവഴിച്ചതെങ്കിൽ അള്ളാഹു അത് കൊണ്ടുവരും. ഇതാണ് ഹിസാബിലുള്ള വിശ്വാസം. സൂറത്തു സൽസലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ആയത്തുൻ ജാമിഅത്തുൻ ഫദ്ദ, വിശുദ്ധ ഖുർആനിൽ മറ്റെവിടെയും കാണാൻ കഴിയാത്ത വ്യതിരിക്തമായ എല്ലാ കാര്യവും ഉൾക്കൊണ്ടിരിക്കുന്ന ആയത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്, ആരെങ്കിലും ഒരു ഉറുമ്പിൻ്റെ കാലടിപ്പാടിനോളം വലുപ്പമുള്ളത് നന്മയായി ചെയ്താൽ അവനത് കാണുന്നതാണ്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ
ഷർറൻ യറ, ആരെങ്കിലും ഒരു ഉറുമ്പിൻ്റെ കാലടിപ്പാടിനോളം വലുപ്പമുള്ള തിന്മയാണ് ചെയ്തതെങ്കിൽ അതും അവൻ കാണുന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു, വവുദിഅൽ കിതാബ്, അന്നേ ദിവസം മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ കിതാബ് മുന്നിൽ വെക്കപ്പെടും. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹ്, അന്നേ ദിവസം അതിക്രമം പ്രവർത്തിച്ചവർ അവരെ അതീവ ഭയം ബാധിച്ചത് നിനക്ക് കാണാൻ കഴിയും. വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, അവർ പറയും ഇത് എന്തൊരു ഗ്രന്ഥമാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകം നോക്കിക്കൊണ്ട് അവർ പറയും, മാ ലിഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, ചെറുതോ വലുതായ ഒരു കാര്യം പോലും ക്ലിപ്തപ്പെടുത്തി രേഖപ്പെടുത്തപ്പെടാതെ അള്ളാഹു വിട്ടുകളഞ്ഞിട്ടില്ല. വവജദു മാ അമിലു ഹാദിറ, അവർ പ്രവർത്തിച്ചതെല്ലാം അവിടെ അവർ കാണുന്നതാണ്. വലാ യസ്ലിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും അതിക്രമം പ്രവർത്തിക്കുന്നതല്ല. സൂറത്തുൻ നൂറിൽ അള്ളാഹു പറഞ്ഞു, വല്ലദീന കഫറു അഅ്മാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹു الظمآن മാഅ, അന്നേ ദിവസം കുഫാറുകൾ വന്നെത്തുമ്പോൾ അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ അവസ്ഥ ഏതുപോലെയാണ്. അഅ്മാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹു الظمآن മാഅ, മരുഭൂമിയിലൂടെ ദാഹിച്ച് അവശനായി അലഞ്ഞു തിരിയുന്നവൻ ദൂരെ കാണുന്ന ഒരു മരീചിക പോലെ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ തോന്നുന്നതാണ്. അതവർക്ക് ഉപകരിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കും. ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ഷൈഅ, എന്നാൽ അതിൻ്റെ അടുത്തവൻ വന്നെത്തിയാൽ അവൻ യാതൊന്നും അവിടെ കാണുകയില്ല, ഒരു തുള്ളി വെള്ളം പോലും കിട്ടുകയില്ല. അതായിരിക്കും അവൻ്റെ അവസ്ഥ എന്ന് അല്ലാഹു സൂറത്തുൻ നൂറിൽ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്നതാനി യക്റഹുഹുമാ ഇബ്നു ആദം, ആദമിൻ്റെ സന്തതികൾ രണ്ട് കാര്യങ്ങൾ വെറുക്കുന്നു. അവർക്കതിനോട് അനിഷ്ടമുണ്ട്, അവർക്കതിനോട് വെറുപ്പുണ്ട്. ഒന്ന് അൽ മൗതു, ഒന്ന് മരണമാണ്. വൽ മൗതു ഖൈറുൽ ലിൽ മുഅ്മിനി മിനൽ ഫിത്ന, മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദീനിൽ ഫിത്നയിൽ അകപ്പെടുക എന്നതിനേക്കാൾ അവന് നല്ലത് മരണമാണ്, മരിച്ചു പോകുന്നതാണ്, രക്ഷപ്പെട്ടു പോകുന്നതാണ്. വയക്റഹു ഖില്ലത്തൽ മാൽ, സമ്പത്ത് കുറയുന്നത് അവൻ വെറുക്കുന്നു, പണം കുറയുന്നത് അവന് വെറുപ്പുണ്ടാക്കുന്നു. വഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്, എന്നാൽ കുറഞ്ഞ സമ്പത്ത് അന്ത്യനാളിൽ വിചാരണ കുറക്കുന്നതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ, അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന ആളുകൾ, അവർ പറഞ്ഞതായി കാണാം, അദ്ദേഹം പലപ്പോഴും വലിയ തുകയുള്ള കടങ്ങൾ എഴുതിത്തള്ളുമായിരുന്നു. അദ്ദേഹത്തിന് കടങ്ങളുള്ള ചില സമയങ്ങളിൽ വരെ വലിയ തുക കടം ചിലപ്പോൾ അദ്ദേഹം എഴുതിത്തള്ളുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ ലക്ഷങ്ങൾ വരുന്ന റിയാലുകൾ അദ്ദേഹം ഒരാൾക്ക് കടം കൊടുത്തിരുന്നു. അത് തിരിച്ചു കിട്ടുന്നത് അദ്ദേഹം ഒഴിവാക്കി, കടം ഒഴിവാക്കി കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞു, നമുക്ക് കുറേ ചിലവുകൾ വരാനുണ്ട്, ഇത്രയും പൈസ നിങ്ങൾ എഴുതി തള്ളിയാൽ അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹം പറഞ്ഞു എന്നാണ്, അദ്ദേഹം പറഞ്ഞു, ഈ ലക്ഷങ്ങൾ വരുന്ന റിയാലുമായി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ എനിക്ക് എളുപ്പം അതില്ലാതെ കണ്ടുമുട്ടുന്നതാണ്. അതാണ് ഹിസാബിന് ഏറ്റവും എളുപ്പമുള്ളത്. നമുക്ക് വിചാരണ മനുഷ്യനെ സ്വാധീനിക്കുന്നത് ഇങ്ങനെയാണ്. ഭാരങ്ങൾ കുറച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുൻപിൽ ചെന്നു നിൽക്കുമ്പോൾ പരമാവധി നേട്ടങ്ങൾ കൊയ്തവനായി, പരമാവധി പാകപ്പിഴകൾ പരിഹരിച്ചവനായി ചെന്നെത്താൻ അവനെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ് ഹിസാബിലുള്ള വിശ്വാസം. കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ ഷഫാഅത്തിനെ കുറിച്ചാണ് വിവരിച്ചത്. ഷഫാഅത്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെയെല്ലാം, സൃഷ്ടികളെയെല്ലാം മഹ്ശറിൽ കൊണ്ടുവരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ സൃഷ്ടികൾക്കും വേണ്ടി അവരെ വിചാരണക്കെടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ നടത്തുകയും ചെയ്താൽ പിന്നീട് ഹിസാബ്, വിചാരണ ആരംഭിക്കുകയായി. അതിനുശേഷമാണ് വിചാരണ ആരംഭിക്കുന്നത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ ഫയുനബ്ബിഉഹും ബിമാ അമിലു അഹ്സാഹു അല്ലാഹു വനസൂഹ്,
അവരെ എല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസത്തിൽ ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ പ്രവർത്തിച്ചത് അള്ളാഹു അവരെ അറിയിക്കുന്നതാണ്. അള്ളാഹു പറഞ്ഞ ഈ വാക്ക് നിങ്ങൾ ഓർത്തു വെക്കുക, അഹ്സാഹുല്ലാഹ് വനസൂഹ്, അവർ ചെയ്തതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയിരുന്നു. വനസൂഹ്, പക്ഷെ അവരത് മറന്നുപോയിരുന്നു. ചെയ്തുപോയ തിന്മകൾ അവർ മറന്നുപോയിരുന്നു, മറ്റുള്ളവരോട് ചെയ്ത അതിക്രമങ്ങൾ മറന്നുപോയിരുന്നു. അള്ളാഹു അത് മറക്കുകയില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിനോട് പറഞ്ഞതുപോലെ വലാ യദില്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബിനൊരിക്കലും അബദ്ധം പിണയുകയില്ല, അള്ളാഹു ഒരിക്കലും മറക്കുകയുമില്ല. മനുഷ്യരെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണക്കായി ഒരുമിച്ച് കൂട്ടിയാൽ ആ ദിവസത്തിൽ, ഹിസാബിൻ്റെ ദിവസത്തിലാണ്, അവരുടെ മഹ്ശറിൻ്റെ സദസ്സിൽ വെച്ചാണ് വിചാരണ ആരംഭിക്കുന്നത്. വിചാരണ തുടങ്ങുന്നതിന് മുൻപ്, ഹിസാബ് ആരംഭിക്കുന്നതിന് മുൻപ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ വേർതിരിക്കുന്നതാണ്. മുഅ്മിനീങ്ങൾ അവർ ഒരു സ്ഥലത്തേക്കും കുഫാറുകൾ അവർ മറ്റൊരു സ്ഥലത്തേക്കുമായി മാറി നിൽക്കണം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ സൂറത്തു യാസീനിൽ വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അതിക്രമങ്ങൾ പ്രവർത്തിച്ചവരെ, വംതാസു, നിങ്ങൾ മാറി നിൽക്കുക, അകലേക്ക് മാറി നിൽക്കുക. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ. അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, ഹിസാബിൻ്റെ ദിവസത്തിൽ അവൻ്റെ ചോദ്യമാണ്. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ ഞാൻ നിങ്ങളോട് കരാർ ചെയ്തിരുന്നില്ലേ, അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത് എന്ന്, ശൈത്താനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന് നാം നിങ്ങളോട് കരാർ ചെയ്തിരുന്നില്ലേ എന്ന് അള്ളാഹു അന്ന് ചോദിക്കുന്നതാണ്. സൂറത്ത് യൂനുസിൽ അള്ളാഹു പറഞ്ഞു വയൗമ നഹ്ശുറുഹും ജമീഅൻ സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ മകാനകും അൻതും വശുറകാഉകും, അവരെ നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ശിർക്ക് ചെയ്ത ആളുകളോട് നാം പറയുന്നതാണ് മകാനകും, അവിടെ നിൽക്കുക, മകാനകും അൻതും വശുറകാഉകും, നിങ്ങളും എന്നിൽ നിങ്ങൾ പങ്കുചേർത്തിരുന്ന നിങ്ങളുടെ പങ്കാളികളും അവിടെ നിൽക്കുക. മകാനുക്കും അൻതും വശുറകാഉകും ഫസയ്യൽനാ ബൈനഹും വഖാല ശുറകാഉഹും മാ കുൻതും ഇയ്യാനാ തഅബുദൂൻ. ശിർക്ക് ചെയ്തിരുന്ന ആളുകൾ അവർ ആരാധിച്ചിരുന്നത് ആരെയാണോ അവരോടൊപ്പം അള്ളാഹു ഇവരെ നിർത്തുന്നതാണ്. ആ സന്ദർഭത്തിൽ അവർ ആരെയാണോ ആരാധിച്ചിരുന്നത് അവർ പറയും മാ കുൻതും ഇയ്യാന തഅബുദൂൻ, നിങ്ങൾ ഞങ്ങളെയല്ല ഇബാദത്ത് ചെയ്തിരുന്നത്, ഞങ്ങളെയല്ല നിങ്ങൾ ഇബാദത്ത് ചെയ്തിരുന്നത്, ഞങ്ങൾ നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. നോക്കൂ, എത്ര പ്രതീക്ഷയോടുകൂടി വിഗ്രഹങ്ങളെ ആരാധിച്ചവർ, മരിച്ചുപോയവരോട് തേടിയവർ, മഹാന്മാരെ വിളിച്ചവർ, അവരിൽ ഭരമേൽപ്പിച്ചവർ, അവരുടെ നിരാശ, അവരുടെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ആ ഘട്ടം എത്ര വേദനയുള്ളതായിരിക്കുമെന്ന്. ശിർക്കിനോളം നിരാശ പകരുന്ന മറ്റൊരു കാര്യവും അന്ത്യനാളിൽ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്കിനെ കരുതിയിരിക്കുക, ശിർക്കിനെ നന്നായി പേടിക്കുക. ഏറ്റവും വലിയ തിന്മ അതാണ്. ആരൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണ ചെയ്യുന്നത്? ഹിസാബ് ആർക്കൊക്കെ ബാധകമായിരിക്കും? ഒരു വിഭാഗം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. ഫവറബ്ബിക, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ലനസ്അലന്നഹും അജ്മഈൻ, നാം അവരോടെല്ലാം ചോദ്യം ചെയ്യുന്നതാണ്. അമ്മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്നതിനെക്കുറിച്ച് നാം അവരോട് ചോദ്യം ചെയ്യുന്നതാണ്. നമ്മളൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അള്ളാഹുവാണ് പറയുന്നത്, ഞാൻ മലക്കുകളെ ഏൽപ്പിക്കുമെന്നല്ല, ഞാൻ ചോദിക്കുന്നതാണ്. ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. ആരൊക്കെയാണ് ഈ ഹിസാബ് ബാധിക്കുക? പണ്ഡിതന്മാർ പറഞ്ഞു, നബിമാർ അവരോട് അള്ളാഹു ചോദിക്കുന്നതാണ്, ഹിസാബിൽ അവർക്ക് ചോദ്യം ഉണ്ടായിരിക്കുന്നതാണ്. ഖുർആനിൽ സൂറത്തു അൽ അഅറാഫിൽ അള്ളാഹു പറഞ്ഞു ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. അള്ളാഹുവിൻ്റെ റസൂൽമാർ, നബിമാർ, അവർ നിയോഗിക്കപ്പെട്ട ജനത, അവരോട് നാം ചോദ്യം ചെയ്യുന്നതാണ്. വലനസ്അലന്നൽ മുർസലീൻ, അതുപോലെ തന്നെ റസൂലുകളെയും നാം, നബിമാരെയും
നാം ചോദ്യം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നബിമാരോടും നാം ചോദ്യം ചോദിക്കുന്നതാണ്. ഉലമാക്കൾ പറഞ്ഞു, നബിമാരോടുള്ള വിചാരണ അവരുടെ ജനതയെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള വിചാരണയാണ്. അവരുടെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി, നബിമാരെ നിങ്ങൾ ഇത് എത്തിച്ചു കൊടുത്തിട്ടില്ലേ? എന്താണ് നിങ്ങളുടെ സമൂഹം നിങ്ങൾക്ക് ഉത്തരം നൽകിയത്? ഇങ്ങനെയുള്ള ചോദ്യമാണ്. ആ ചോദ്യം നബിമാർക്ക് പ്രയാസമുണ്ടാക്കുകയില്ല, അവരുടെ ജനതയെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ചോദ്യമാണത്. ചില ഉലമാക്കൾ പറഞ്ഞു, സൂറത്തു തക്വീറിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയെ അന്ന് പുനരുജ്ജീവിപ്പിച്ചതിന് ശേഷം അള്ളാഹു അവളോട് ചോദിക്കുന്നതാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നു. അപ്പം അള്ളാഹു പറയണം, ആ കുട്ടിയോട് ചോദിക്കുന്നതാണ്, ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്ത് തിന്മ ചെയ്തതിൻ്റെ പേരിലാണ് നിന്നെ കൊന്നത്? ആ ചോദ്യം ആ പെൺകുട്ടി പേടിക്കേണ്ട ചോദ്യമാണോ? അല്ല, മറിച്ച് ആ പെൺകുട്ടിയെ കുഴിച്ചു മൂടിയവരെ ഭയപ്പെടുത്താനുള്ള ചോദ്യമാണ്. നബിമാർക്കുള്ള വിചാരണ അത് അവരുടെ സമൂഹത്തെ ബാധിക്കുന്ന ചോദ്യം ചെയ്യലായിരിക്കും എന്ന് ഉലമാക്കൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. രണ്ടാമത്തെ വിഭാഗം മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങൾ അവർ വിചാരണ ചെയ്യപ്പെടുന്നതാണ്, അവരുടെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ വിചാരണയുടെ വേളയിലാണ് മുഅ്മിനീങ്ങൾക്കിടയിലെ പദവികൾ വേർതിരിയുക. ചിലർക്ക് വിചാരണ വളരെ എളുപ്പമുള്ളതാണ്, ഹിസാബൻ യസീറ, എളുപ്പമുള്ള വിചാരണയുള്ളവരുണ്ട്, അതിൽ തന്നെ പല ഘട്ടങ്ങളുണ്ട്. വേറെ ചിലർക്ക് ഹിസാബൻ അസീറ, പ്രയാസകരമായ വിചാരണയുണ്ട്, അതിൽ തന്നെയും വെവ്വേറെ ഘട്ടങ്ങളുണ്ട്. ഈ വിചാരണയുടെ ഘട്ടം, അള്ളാഹുവിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ സമയം, ഒരു മുഅ്മിനിൻ്റെ അവസ്ഥയും അവൻ്റെ സ്ഥാനങ്ങളും വേർതിരിച്ചറിയപ്പെടുന്ന സമയമാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യർ വരെ ഒരുമിച്ച് കൂടപ്പെടുന്ന മഹ്ശറിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുക, ആദ്യമായി വിചാരണ നിർവഹിക്കപ്പെടുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു ആഖിറുൽ ഉമം, നാം എല്ലാ ജനതകളിലും അവസാനത്തെ ജനതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്, നമ്മൾ അവസാനത്തെ ജനതയാണ്. വ അവ്വലു മൻ യുഹാസബ്, എന്നാൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമ്മളായിരിക്കും. യുഖാലു ഐനൽ ഉമ്മത്തുൽ ഉമ്മിയ്യതു വനബിയ്യുഹാ, വിചാരണ ആരംഭിക്കുമ്പോൾ വിളിച്ചു ചോദിക്കപ്പെടും, എവിടെ നിരക്ഷരരായ ഉമ്മത്തും ആ ഉമ്മത്തിൻ്റെ നബിയും എവിടെ എന്ന് ചോദിക്കപ്പെടും. ഫനഹ്നുൽ ആഖിറൂനൽ അവ്വലൂൻ, അതുകൊണ്ട് നാം അവസാനം എത്തിയവരും ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നവരുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചതായി കാണാം. ഒരു മനുഷ്യനെ വിചാരണക്ക് വിളിച്ചാൽ അവൻ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടാനിരിക്കുന്ന കാര്യം നിസ്കാരമാണ്, അവൻ്റെ സലാത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സലാത്തുഹു, ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടാനിരിക്കുന്നത് അവൻ്റെ നിസ്കാരത്തെക്കുറിച്ചാണ്. ഫഇൻ സലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ്, അത് നന്നായിട്ടുണ്ട് എങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു, രക്ഷപ്പെട്ടിരിക്കുന്നു. വ ഇൻ ഫസദത് ഫഖദ് ഖാബ വ ഖസിർ, അത് മോശമായിട്ടുണ്ട് എങ്കിൽ അവൻ നഷ്ടക്കാരനായിരിക്കുന്നു, അവൻ തകർച്ചയിലായിരിക്കുന്നു. ഫഇൻ തുഖിസ മിൻ ഫരീദതിഹി ഷൈഅൻ, ഒരാളുടെ നിസ്കാരം പരിശോധിക്കപ്പെടുകയും അതിലെ ഫർദുകളിൽ എന്തെങ്കിലും കുറവുകൾ കാണുകയും ചെയ്താൽ, ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു പറയുന്നതാണ്, ഉൻദുറു ഹൽ ലിഅബ്ദി മിൻ തതവ്വുഅ, എൻ്റെ അടിമകൾക്ക് സുന്നത്തായ നിസ്കാരങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഫയുകമ്മലു ബിഹാ മൻ തുഖിസ മിനൽ ഫരീദ, അങ്ങനെ അവൻ്റെ ഫർദ് നിസ്കാരങ്ങളിൽ വന്ന കുറവുകൾ ഈ സുന്നത്തുകൾ കൊണ്ട് നികത്തുന്നതാണ്. സുമ്മ യകൂനു സായിറു അമലിഹി അലാ ദാലിക്, അവൻ്റെ നിസ്കാരം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് അമലുകളെല്ലാം പരിശോധിക്കപ്പെടുക. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇൻ സഹഹത് സലാത്തുഹു വസ്തഖാമത് വഖബിലഹ അല്ലാഹു മിൻഹു
فذلك من أسباب قبول بقية أعماله. നിസ്കാരം നന്നായാൽ, അത് ശരിയായാൽ അവൻ്റെ മറ്റ് അമലുകൾ അള്ളാഹു സ്വീകരിക്കാനുള്ള വഴിയാണത്. وإن أضاع الصلاة ولم تستقم الصلاة فهو من أسباب ضياع أعماله. നിസ്കാരം മോശമായിട്ടുണ്ട് എങ്കിൽ മറ്റ് അമലുകൾ കൂടി അള്ളാഹുവിൻ്റെ മുൻപിൽ നശിക്കുന്നതാണ്. അതിന് കാരണമാണത്. الصلاة كالميزان لبقية الأعمال. നിസ്കാരം എന്നത് മറ്റെല്ലാ അമലുകൾക്കുമുള്ള അളവുകോലാണ്. فينبغي للمؤمن أن يحرص على إتقانها وإكمالها وحفظها. അതുകൊണ്ടൊരു മുഅ്മിൻ അവൻ്റെ നിസ്കാരം സൂക്ഷ്മമാക്കട്ടെ, പരിപൂർണമാക്കട്ടെ. വഹിഫ്ദിഹ, അത് എല്ലാ കുറവുകളിൽ നിന്നും സംരക്ഷിക്കട്ടെ. ഹത്താ ലാ യതതറഖ ഇലൈഹ നഖ്സുൻ, അതിലേക്ക് ഒരു കുറവും വന്നു ചേരാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ. لأن هذا من أسباب توفيق الله له في جميع أعماله بعد ذلك. നിസ്കാരം മറ്റെല്ലാ അമലുകളും നന്നാകാനുള്ള കാരണമാണ്. ومن حافظ عليها حفظ دينه. ആരെങ്കിലും നിസ്കാരം ശ്രദ്ധിച്ചാൽ അവൻ്റെ ദീൻ അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. ومن ضيعها فهو لما سواها أضيع. ആരെങ്കിലും നിസ്കാരം പാഴാക്കിയാൽ അവൻ മറ്റുള്ള കാര്യങ്ങൾ അതിനേക്കാൾ പാഴാക്കുന്നവനായിരിക്കും. നിസ്കാരം സഹോദരങ്ങൾ ആദ്യത്തെ കാര്യമാണ്. ആദ്യം അള്ളാഹു ചോദിക്കാൻ പോകുന്ന നിസ്കാരത്തെക്കുറിച്ചാണ്. നന്നാക്കുക, ശരിയാക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമാണ്. അതിൻ്റെ കാര്യം ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പക്കൽ വിചാരണക്ക് വന്നെത്തുമ്പോൾ ആ വിചാരണ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ കോടതികൾ പോലെയല്ല. ഇവിടെ ശുപാർശകൾ ഉണ്ടായിരിക്കാം, സഹായിച്ചേക്കാം. പണം ചിലപ്പോൾ സഹായിച്ചേക്കാം. അനീതി ചിലപ്പോൾ നടമാടിയേക്കാം. ചിലപ്പോൾ ഒരാൾക്ക് കൂടുതൽ തർക്കിക്കാൻ കഴിയുന്നത് കൊണ്ട് അയാൾ ജയിച്ചു പോയേക്കാം. ഇങ്ങനെ പലതും ഉണ്ടായിരിക്കാം. പക്ഷെ അള്ളാഹുവിൻ്റെ അരികിലുള്ള വിചാരണ വിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ടതുപോലെ പല അടിത്തറകളിലാണ്. അതിലൊന്നാമത്തെ കാര്യം അൽ അദ്ലു താം, പരിപൂർണമായ നീതിയാണ്. അവിടെ അനീതി ഉണ്ടാവുകയില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുസ്ലമൂൻ. അന്നേ ദിവസം ഓരോരുത്തർക്കും ചെയ്തതെന്താണോ അതിന് അനുയോജ്യമായത് നൽകപ്പെടും. അവർ അനീതി കാണിക്കപ്പെടുകയില്ല. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനോട് പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർത്തു നോക്കൂ. അള്ളാഹു പറയുകയാണ്, ലുഖ്മാൻ പറഞ്ഞു, യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യാതി ബിഹ അല്ലാഹ്. യാ ബുനൈ, പൊന്നുമോനെ, ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, മോനെ, ഒരു കടുകുമണിയുടെ ഭാരമുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും, ഫതകുൻ ഫീ സഖറത്തിൻ, വിദൂരമായ ഏതെങ്കിലും ഒരു പാറക്കിടയിലാണ് നീ അത് ഒളിപ്പിച്ചു വെച്ചതെങ്കിലും, ഔ ഫിസ് സമാവാത്ത്, ആകാശങ്ങളിലെ വിധാനങ്ങളിൽ എവിടെയാണെങ്കിലും നീ അത് എവിടെയെങ്കിലുമാണ് നീ അത് വിതറിയതെങ്കിലും, ഔ ഫിൽ അർദ്, ഭൂമിയിലെ ഇരുട്ടുകളിൽ എവിടെയാണെങ്കിലും, യാതി ബിഹ അല്ലാഹ്, അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ്. അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അള്ളാഹു ലതീഫാണ്. എന്താ ലതീഫ് എന്നാണ്? സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഖബീർ, ഉള്ളുകള്ളികൾ മനസ്സിലാക്കുന്നവനാണ്. ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് അവൻ അറിയുന്നതാണ്. ശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നു, സൂറത്തുൽ അംബിയായിലെ ആയത്ത് നേരത്തെ നാം വിശദീകരിച്ച ആയത്താണ്. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, നീതിയുടെ തുലാസ് നാം അന്ത്യനാളിൽ നിശ്ചയിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായ നീതിയായിരിക്കും ഹിസാബിൽ വിചാരണ ഉണ്ടാകുക. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നരകത്തെയും സ്വർഗത്തെയും വിശേഷിപ്പിച്ച ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി കാണാം. വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവരുടെ അവസാനത്തെ വാക്ക്, അവരുടെ പ്രാർത്ഥന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതായിരിക്കും. ചില മുഫസ്സിറുകൾ പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിച്ചവർ തങ്ങൾക്ക് സ്വർഗം ലഭിച്ചതിനാൽ അത് പറയുന്നതാണ്. നരകത്തിൽ പ്രവേശിച്ചവർ അള്ളാഹുവിൻ്റെ നീതി വ്യക്തമായതിനാൽ അവരത് പറയുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവർക്ക് ബോധ്യപ്പെടുന്നതാണ് ഇതാണ് നീതി,
ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അന്യായമല്ല, നീതിയാണ് എന്ന് ബോധ്യപ്പെടാതെ തങ്ങൾക്ക് ഈ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശിക്ഷ അർഹമായതാണ് എന്ന് ബോധ്യപ്പെടാത്ത ഒരാളും ഉണ്ടാവുകയില്ല. അതുപോലെ ഹിസാബിൽ, വിചാരണയിൽ ഖുർആൻ അള്ളാഹു എടുത്തു പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് മറ്റൊരാളുടെ പാപം നിന്റെ മേൽ ഒരിക്കലും ചാർത്തപ്പെടുകയില്ല. ഓരോരുത്തരും അവരവരുടെ അമലാണ്. എൻ്റെ വാപ്പ മോശക്കാരനായി, ഉമ്മ തെറ്റ് ചെയ്തു, ഒരാളുടെ മകൻ തെറ്റ് ചെയ്തു, ഒരാളുടെ സഹോദരൻ ഇല്ല. നിന്റെ അമലുകൾ നീ മാത്രമാണ്. എൻ്റെ ഭാര്യ ചെയ്തു, ഇതൊന്നും നിന്നെ ബാധിക്കുന്നതല്ല, നിനക്കതിൽ പങ്കില്ലെങ്കിൽ. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ മനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി, ആരെങ്കിലും ഹിദായത്ത് സ്വീകരിച്ചാൽ അത് അവനു വേണ്ടിയാണ്. വമൻ ضل ഫഇന്നമാ യദില്ലു അലൈഹ, ആരെങ്കിലും വഴികേടിലാവുകയാണെങ്കിൽ അവൻ്റെ വഴികേട് അവൻ്റെ മേൽ തന്നെയാണ്. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, പാപഭാരം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെയും പാപഭാരം അന്ന് വഹിക്കുന്നതല്ല. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല, ഒരു റസൂലിനെ, ദൂതനെ നിയോഗിക്കാതെ നാം ഒരു വിഭാഗത്തെയും ശിക്ഷിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യൻ മറ്റുള്ളവരെ തിന്മയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എങ്കിൽ, മറ്റുള്ളവരുടെ പാപം അതിലേക്ക് അവനാണ് വഴി തുറന്നു വെച്ചത് എങ്കിൽ, അവരുടെ വഴികേടിന് അവനാണ് കാരണക്കാരനെങ്കിൽ അവരുടെ പാപഭാരം കൂടി അവൻ വഹിക്കുന്നതാണ്. അവർക്കുള്ള ശിക്ഷ അതിൽ യാതൊരു കുറവും ഉണ്ടാകാതെ. ഖുർആനിൽ പലയിടത്തും അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറഞ്ഞു, വഖാലല്ലദീന കഫറു ലില്ലദീന ആമനു, കുഫാറുകൾ ഭൂമിയിൽ വെച്ച് അവർ കാഫിരീങ്ങൾ അവർ പറഞ്ഞു, മുഅ്മിനീങ്ങളോട് അവർ പറഞ്ഞു, ഇത്തബിഉ സബീലന, നിങ്ങൾ ഞങ്ങളുടെ വഴി സ്വീകരിക്കുക, വൽ നഹ്മിൽ ഖതായാകും, ഞങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ വഹിച്ചുകൊള്ളാം. വമാ ഹും ബിഹാമിലീന മിൻ ഖതായാഹും, അല്ലാഹു പറയാണ് അവരൊരിക്കലും ഇവരുടെ പാപങ്ങൾ വഹിക്കാൻ പോകുന്നവരല്ല. വമാ ഹും ബിഹാമിലീന മിൻ ഖതായാഹും മിൻ ഷൈഇൻ, ഇവരുടെ പാപങ്ങളിൽ ഒന്നും തന്നെ അവർ വഹിക്കുകയില്ല. ഇന്നഹും കാദിബൂൻ, അവർ കളവാണ് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയാൻ, വലയഹ്മിലുന്ന അസ്ഖാലഹും വഅസ്ഖാലൻ മഅ അസ്ഖാലിഹിം, അവരവരുടെ തിന്മകളുടെ പാപഭാരം പേറുന്നതാണ്, അതോടൊപ്പം അവർ വഴികേടിലാക്കി അവരുടെ പാപഭാരം കൂടി പേറുന്നതാണ്. എന്നാൽ അതേസമയം അവർ വഴികേടിലാക്കിയ ആളുകൾ അവർക്ക് അവരുടെ തിന്മ ഉണ്ടായിരിക്കും, അതോടൊപ്പം ഇവരെ വഴികേടിലാക്കിയ നേതാക്കന്മാർ അവർക്ക് അതിൻ്റെ ശിക്ഷയും ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണ നിർവഹിക്കുമ്പോൾ ഏതൊരു മനുഷ്യന് വിചാരണ അവൻ നേരിടുന്നതിന് മുൻപ് അവരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ ഏട് അവന് അള്ളാഹു കാണിക്കുന്നതാണ്. സൂറത്ത് ആല ഇംറാനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈറിൻ മുഹ്ദറ, ഏതൊരു മനുഷ്യനും അവൻ ചെയ്ത എല്ലാ നന്മയും അവൻ്റെ ഏടിൽ അവൻ കാണുന്നതാണ്. വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹ വബൈനഹു അമദൻ ബഈദ, അവൻ ചെയ്തു പോയ ഏതൊരു തിന്മയാകട്ടെ, തവദ്ദു ആഗ്രഹിക്കുന്നതാണ്, അന്ന ബൈനഹ വബൈനഹു അമദൻ ബഈദ, അവനും ആ തിന്മക്കുമിടയിൽ വിദൂരമായ അകലമുണ്ടായിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയാം, വയുഹസ്സിറുകുമുല്ലാഹു നഫ്സഹ്, അള്ളാഹു അവനെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ന് നിങ്ങൾ സന്തോഷിച്ച ഒരു തിന്മയും നിങ്ങളെ അന്ന് സന്തോഷിപ്പിക്കില്ലെന്ന് മാത്രമല്ല, റബ്ബേ ഇതും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നെങ്കിൽ, ഞാനിതിൽ നിന്ന് അങ്ങേയറ്റം അകലെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആഗ്രഹിക്കാത്ത ഒരു തിന്മയും അവനായി ഏടിൽ കാണുന്നതല്ല എന്ന് അള്ളാഹു പറയുന്നു. അപ്പം മനുഷ്യർ അവരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ ഏട് അള്ളാഹു അവർക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അദിൽ, അവൻ്റെ നീതി വ്യക്തമാകുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യം വ്യക്തമാകുന്നതാണ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ, ഇൻ തുഖ്റിദുല്ലാഹ ഖർദൻ ഹസനൻ യുദാഇഫ്ഹു ലക്കും വയഗ്ഫിർ ലക്കും, നിങ്ങൾ അള്ളാഹുവിന് നല്ല കടം നൽകിയാൽ നിങ്ങളുടെ ജീവിതം കൊണ്ട്, നിങ്ങളുടെ സമയം കൊണ്ട്,
നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുന് നോക്കൂ, റബ്ബ് എത്ര റഹ്മത്തുള്ളവനാണ്. നീ ചെയ്യുന്ന നന്മ അതിന് നിനക്കാണ് പ്രതിഫലം ലഭിക്കുന്നത്. ഇത്ര ചെറിയ നന്മയാണ് ചെയ്യുന്നത്, പക്ഷെ അതിന് എത്ര വലിയ പ്രതിഫലമാണ്. എന്നിട്ട് അള്ളാഹു ആ നന്മയെക്കുറിച്ച് വിശേഷിപ്പിച്ചത് നീ എനിക്ക് കടം നൽകുകയാണ് എന്നാണ്. തുഖ്റിദുല്ലാഹ ഖർദൻ ഹസന, നിങ്ങൾ അള്ളാഹുവിന് നല്ല കടം നൽകുകയാണെങ്കിൽ യുദാഇഫ്ഹു ലക്കും, അള്ളാഹു നിങ്ങൾക്കത് ഇരട്ടി ഇരട്ടിയായി അധികരിപ്പിച്ച് തിരിച്ചു നൽകുന്നതാണ്. വയഗ്ഫിർ ലക്കും, എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകുന്നതാണ് നിങ്ങൾ ചെയ്ത തിന്മകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മാ തസദ്ദഖ അഹദും ബിസദഖ, ഒരു മനുഷ്യൻ എന്തൊരു സദഖ നൽകിയാലും ഒരൊറ്റ നിബന്ധനയുള്ളൂ, മിൻ തയ്യിബ്, അവൻ്റെ ശുദ്ധമായ സമ്പത്തിൽ നിന്ന്, ഹറാമുകൾ കലരാത്ത ഹലാലായ സമ്പത്തിൽ നിന്ന് എന്തൊരു സദഖ ഒരാൾ നൽകിയാലും, വലാ യഖ്ബലുല്ലാഹു ഇല്ല തയ്യിബ്, അള്ളാഹു ഒരിക്കലും പരിശുദ്ധമായതെല്ലാം സ്വീകരിക്കുകയില്ല, ഇല്ല അഖദഹ റഹ്മാനു ബിയമീനി, റഹ്മാനായ റബ്ബ് അത് തൻ്റെ വലം കൈയിൽ എടുക്കുന്നതാണ്. വ ഇൻ കാനത് തംറതൻ, അതൊരു ഈത്തപ്പഴമാണെങ്കിൽ പോലും, ഒരു സദഖ ഒരാൾ കൊടുത്തത് ഈത്തപ്പഴമാണെങ്കിൽ പോലും നല്ല സമ്പത്തിൽ കൊടുത്താൽ അള്ളാഹു അത് അവൻ്റെ വലം കൈയിൽ സ്വീകരിക്കുന്നതാണ്. ഫതർബു ഫീ കഫ് റഹ്മാൻ, അള്ളാഹുവിൻ്റെ കയ്യിൽ അത് വളരുന്നതാണ്. ഹത്താ തകൂന അഅ്ദമ മിനൽ ജബൽ, ഒരു പർവ്വതത്തെക്കാൾ, ഒരു വലിയ മലയേക്കാൾ അതിന് വലുപ്പമുണ്ടാകുന്നതാണ്. കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹ്, കമാ യുറബ്ബി അഹദുക്കും ഫലുവഹു, നിങ്ങളുടെ ഒരു ചെറിയ കുതിരയുടെ കുട്ടിയെ കിട്ടിയാൽ അതിനെ ഒരാൾ ശ്രദ്ധിച്ചു വളർത്തിയെടുക്കുന്നത് പോലെ അള്ളാഹു ആ സദഖ വളർത്തിയെടുക്കുന്നതാണ്. ഹിസാബിൽ, വിചാരണയിൽ അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. നന്മ അതിന് 10 മടങ്ങാണ് പ്രതിഫലം. ഹദീസുകൾ വന്നതുപോലെ ഒരു സൽക്കർമ്മം ഏറ്റവും ചുരുങ്ങിയത് അതിന് 10 ഇരട്ടിയുണ്ട്. 10 ഇരട്ടി മുതൽ അത് 700 ഇരട്ടി വരെ അധികരിക്കാം. അള്ളാഹു ഉദ്ദേശിച്ച ചില നന്മകൾക്കാകട്ടെ ബിഗൈരി ഹിസാബ്, ഒരു കണക്കുമില്ലാതെ അള്ളാഹു അധികരിപ്പിക്കുന്നതാണ്. അതിൽപ്പെട്ടതാണ് സബർ, ക്ഷമ, അതിന് കണക്കില്ലാത്ത പ്രതിഫലമുണ്ട്. അതുപോലെ നോമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് അന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് കണക്കില്ല. 10 മുതൽ 700 എന്ന കണക്ക് നോമ്പിനില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയാണ്. അതുപോലെ ഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവം, ഇങ്ങനെ ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നതാണ്. സൂറത്തുൽ അൻആമിൽ അള്ളാഹു പറഞ്ഞതുപോലെ മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ, ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ അവൻ അതിൻ്റെ 10 ഇരട്ടിയുണ്ട്. വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ, ആരെങ്കിലും ഒരു തിന്മയുമായാണ് വരുന്നതെങ്കിൽ അതിനവന് തുല്യമായ പ്രതിഫലമല്ലാതെ നൽകപ്പെടുകയില്ല, അത് ഇരട്ടിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഒരാൾ അള്ളാഹുവിൻ്റെ മുൻപിൽ നശിക്കുന്നെങ്കിൽ ചിലർ പറഞ്ഞതുപോലെ വല യഹ്ലകു ഇൻദല്ലാഹി ഇല്ല ഹാലിക്, അങ്ങേയറ്റം നശിച്ചവനല്ലാതെ അള്ളാഹുവിൻ്റെ മുൻപിൽ നശിക്കുകയില്ല. ഒരു നന്മക്ക് 10 ചുരുങ്ങിയത്, എന്നാൽ ഒരു തിന്മയാകട്ടെ അത് ഒരു തിന്മ മാത്രമാണ്. എന്നിട്ടും ഇത്ര അവസരങ്ങൾ ഉണ്ടായിട്ടും അവൻ തകരുന്നു എങ്കിൽ അള്ളാഹുവിൻ്റെ അരികിൽ നാശം പിടിച്ചവനല്ലാതെ നശിക്കുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കും. അതുപോലെ തന്നെ ഹിസാബിൽ, വിചാരണയിൽ അള്ളാഹു നിശ്ചയിച്ച വിചാരണയുടെ രീതിയിൽപ്പെട്ടതാണ് ഹദീസിൽ വന്നതുപോലെ. ആ ഹദീസ് പല പണ്ഡിതന്മാരും പറഞ്ഞു. ഹദീസ് മനോഹരമായ ഹദീസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്, അള്ളാഹു നന്മകളെയും തിന്മകളെയും അതിൻ്റെ പ്രതിഫലങ്ങൾ എഴുതി രേഖപ്പെടുത്തിയിരിക്കും. സുമ്മ ബയ്യന ദാലിക്, നന്മകളും തിന്മകളും ഏതാണെന്ന് അള്ളാഹു നിശ്ചയിച്ചതിന് ശേഷം അത് അള്ളാഹു വിശദീകരിച്ച് തന്നിരിക്കുന്നു. ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, ആരെങ്കിലും ഒരു നന്മ, നോക്കൂ ഹദീസിൻ്റെ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ കതബഹ അല്ലാഹു ലഹു ഇൻദഹു, അള്ളാഹു അത് അവൻ്റെ അരികിൽ, നോക്കൂ അതിനോടുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് ആ പറഞ്ഞത്, അള്ളാഹു അവൻ്റെ അരികിൽ അത് രേഖപ്പെടുത്തുന്നതാണ്.
ഹസനതൻ കാമില, പരിപൂർണമായ ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇൻവിൽ ഖൈർ, നീ നന്മ എപ്പോഴും നീയത്ത് വെക്കുക, നന്മ ഉദ്ദേശിക്കുക, ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. തെമന്നിയല്ല, പകൽക്കിനാവ് കാണലല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നു, ഇങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ. ആത്മാർത്ഥമായി നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുക. നിനക്കത് എന്തെങ്കിലും കാരണത്താൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് പ്രതിഫലമുണ്ടായിരിക്കും. റമദാൻ വരുമ്പോൾ നന്മ ഉദ്ദേശിക്കുക, എന്നിട്ട് ചെയ്യുക, പരമാവധി ചെയ്യുക. പക്ഷേ നീ ഉദ്ദേശിച്ച് ചിലപ്പോൾ നിനക്ക് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല ചില കാരണങ്ങൾ കൊണ്ട്, എങ്കിലും നിനക്ക് പ്രതിഫലമുണ്ട്. എത്ര പ്രതിഫലം? ഹസന കാമില, പൂർണ്ണമായ പ്രതിഫലമുണ്ട്, ചെയ്തതുപോലെ. فإن هو هم بها فعملها كتبها الله له عنده 10 حسنات إلى 700 ضعف إلى أضعاف كثيرة. ഒരാൾ ഉദ്ദേശിച്ച ആ നന്മ അത് അവൻ പൂർണ്ണമായി ചെയ്താൽ അവന് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ 10 മടങ്ങുകളായി വീണ്ടും അത് അധികരിപ്പിക്കുന്നതാണ്. ومن هم بسيئة സുബ്ഹാൻ വമൻ ഹമ്മ ബിസയ്യ, ഒരാൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹ, എന്നിട്ട് അവനത് പ്രവർത്തിച്ചില്ല. എങ്ങനെ പ്രവർത്തിച്ചില്ല? എല്ലാം ചെയ്തു നോക്കി, നടന്നില്ല എന്നല്ല, മറിച്ച് അവൻ ആ തിന്മ ചെയ്യാൻ ഉദ്ദേശമുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള അവസരം എത്തിയപ്പോൾ അവൻ അള്ളാഹുവിനെ ഓർത്തു, പരലോകത്തെ ഓർത്തു, അവന് പിറകോട്ട് പോയി. അങ്ങനെ പിറകോട്ട് പോയാൽ അവൻ എന്താണ് ചെയ്തത്? അവൻ അള്ളാഹുവിനെ ധിക്കരിക്കാനാണ് ഇറങ്ങിത്തിരിച്ചത്. എന്നിട്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവൻ പിറകോട്ട് പോയി, ചെയ്തില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ റഹ്മത്ത് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, അള്ളാഹു അത് അവൻ്റെ അരികിൽ ഒരു പരിപൂർണ നന്മയായി രേഖപ്പെടുത്തുന്നതാണ്. ചെയ്തിട്ടില്ല, തിന്മയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ചെയ്തില്ല. وإن هو هم بها فعملها كتبها الله له سيئة واحدة. എന്നാൽ അവൻ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു തിന്മ ചെയ്താൽ നോക്കുക, അവിടെ അള്ളാഹു കതബഹ അല്ലാഹു ലഹു ഇൻദഹു എന്ന് പറഞ്ഞില്ല, അള്ളാഹുവിൻ്റെ അരികിൽ എന്ന് പറഞ്ഞില്ല, പക്ഷേ തിന്മയാണ്. ആ തിന്മ അള്ളാഹു അവന് ഒരു തിന്മയായി രേഖപ്പെടുത്തും. ഇത് അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണയുടെ രീതിയായി നിശ്ചയിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇതിനേക്കാൾ വലിയ കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണയിൽ ചിലർക്ക് തിന്മകൾ നന്മകളാക്കി മാറ്റപ്പെടുന്നതാണ്. ചെയ്ത തിന്മയാണ്, പക്ഷെ ആ തിന്മ ചിലപ്പോൾ അള്ളാഹു നന്മയാക്കി മാറ്റുന്നതാണ്. സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. ശിർക്ക് ചെയ്യാത്ത ആളുകൾ, കൊലപാതകം ചെയ്തിട്ടില്ലാത്തവർ, വ്യഭിചരിച്ചിട്ടില്ലാത്തവർ, ഈ പറഞ്ഞത് ചെയ്യാത്തവരാണ് ഇബാദ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിമകൾ. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, ആരെങ്കിലും ഈ പറഞ്ഞത് ചെയ്യുകയാണെങ്കിൽ വലിയ പാപമാണ് അവൻ നാളെ കണ്ടെത്താൻ പോകുന്നത്. യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ, ശിക്ഷ അവന് നാളെ ഇരട്ടിക്കപ്പെടുന്നതാണ്. വയഖ്ലുദു ഫീഹി മുഹാന, നരകത്തിൽ അവൻ ശാശ്വതനായി വഹിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയണം, ഈ പറഞ്ഞ ശിർക്കാകട്ടെ, അല്ലെങ്കിൽ വിചാരമാകട്ടെ, കൊലപാതകമാകട്ടെ, തിന്മകൾ, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസന. ഇല്ലാ മൻ താബ്, എന്നാൽ തൗബ ചെയ്താൽ, വആമൻ, അല്ലാഹുവിൽ വിശ്വസിച്ചാൽ, വഅമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവർക്ക് അല്ലാഹു അവരുടെ തിന്മകൾ നന്മകളാക്കി മാറ്റും. അല്ലാഹുവിൻ്റെ ഫദ്ൽ, അല്ലാഹുവിൻ്റെ റഹ്മത്ത് എത്ര വിശാലമാണ്. ആരാണ് ഇത് ചെയ്യുക? ദുനിയാവിൽ ആരാണ് ഇങ്ങനെ ഒരു പ്രവൃത്തിയെ സ്വീകരിക്കുക? ഏതൊരാൾക്കാണ് ഇത് കഴിയുക? ഒരാളോട് ചെയ്യുന്ന ധിക്കാരം, അത് ഞാൻ നിന്റെ നന്മയായി എണ്ണിക്കൊള്ളാമെന്ന് പറയാൻ ആർക്കാണ്? ഇല്ലാ മൻ ആമൻ വഅമില ഇല്ലാ മൻ താബ വആമന വഅമില സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസന. ഈ പറഞ്ഞ 3 കാര്യം, ഈമാൻ, തൗബ, അമൽ സാലിഹാത്ത്. ഇബ്നു അബ്ബാസ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർക്ക് 2 ഖൗലുണ്ട്. ചില ആളുകൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങളായ ആളുകൾ അവർ ഈമാൻ സ്വീകരിച്ചാൽ അവർ മുൻപ് ചെയ്തിരുന്ന തിന്മകൾ അള്ളാഹു നന്മയാക്കി കൊടുക്കുന്നതാണ്.
അവർ പിന്നീട് നന്നാക്കിയാൽ. മുൻപ് ഒരാൾ കള്ളുപിടിച്ചിരുന്നു ഇസ്ലാം സ്വീകരിക്കും മുമ്പ്. ഇസ്ലാം സ്വീകരിച്ച ശേഷം കള്ളുപിടിച്ചാലോ? ഇല്ല. അവൻ്റെ പഴയ തിന്മയും പുതിയ തിന്മയും അവൻ്റെ അടുത്ത് നിന്ന് തിന്മയായി രേഖപ്പെടുത്തപ്പെടുന്നതാണ്. എന്നാൽ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി അവനത് ഉപേക്ഷിച്ചാൽ അവൻ്റെ പഴയത് നന്മയായി അള്ളാഹു മാറ്റുന്നതാണ്. വേറെ ചിലർ പറഞ്ഞു, അല്ല, ഇത് ഇസ്ലാം സ്വീകരിക്കുന്നവർക്ക് മാത്രമല്ല, തൗബ ചെയ്യുന്ന ഏതൊരാൾക്കും. കാരണം ചിലർ പറഞ്ഞു, തൗബ ചെയ്യുന്നതോടുകൂടി ഒരു മനുഷ്യൻ തിന്മ ചെയ്താൽ അവൻ്റെ അവസ്ഥ എന്താണ്? ഏതൊരു തവണ അവൻ തിന്മ ഓർക്കുമ്പോഴും അവൻ ഖേദിക്കണം, അള്ളാഹുലേക്ക് പശ്ചാത്തപിക്കണം, അള്ളാഹുവിൻ്റെ മുൻപിൽ വിനയാന്വിതനാവാൻ. അപ്പോൾ അവൻ്റെ ആ തിന്മ അവനെ സംബന്ധിച്ചിടത്തോളം എന്തായി മാറിയിട്ടുണ്ട്? നന്മയിലേക്ക് അവനെ നയിക്കുന്ന കാരണമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല തിന്മയെ നന്മയാക്കി മാറ്റുന്നതാണ്. അതുകൊണ്ടാണ് തിന്മ, അതിനൊരു ഉബൂദിയ്യത്തുണ്ട്. തിന്മ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകൾ, അതിൽ അള്ളാഹുവിൻ്റെ മുൻപിലുള്ള ഒരു ഉബൂദിയ്യത്തുണ്ട്, ആരാധനയുടെ രീതിയുണ്ട്. എന്താ അത്? കഴിഞ്ഞുപോയ തിന്മകൾ, തിന്മയൊക്കെ ചെയ്തു പോയ റബ്ബേ ഇനി എന്ത് ചെയ്യും, ഇനി ഞാൻ എങ്ങനെ നന്നാവും, ഞാൻ ഇനി എന്ത് ചെയ്യും? അങ്ങനെയല്ല. അള്ളാഹുവേ റബ്ബേ, ആദമിൻ്റെ മകൻ പോയി, അള്ളാഹുവെ പുറത്തു തരണേ, നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ. അതിലൊരു ഉബൂദിയ്യത്തുണ്ട്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, മനുഷ്യർ തിന്മ ചെയ്തില്ലെങ്കിൽ അവൻ ചിലപ്പോൾ കിബറിലായി പോകുമായിരുന്നു. ചില തിന്മകളിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കിബറില്ലാതെയാക്കി കളയുന്ന കാര്യമാണ്. നിൻ്റെ കുറവുകൾ, ന്യൂനതകൾ നിന്നെ ബോധ്യപ്പെടുത്തുന്നത്, തിന്മ ചെയ്യാൻ വേണ്ടിയല്ല ഈ പറയുന്നത്, പറ്റിപ്പോകുന്ന തിന്മകൾ, നിൻ്റെ കുറവ് നിന്നെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഇസ്തിഗ്ഫാർ, തൗബ, ഈ പറഞ്ഞ അവസ്ഥകൾ അള്ളാഹുവിൻ്റെ മുൻപിൽ നിൻ്റെ യഥാർത്ഥ അവസ്ഥ നിന്നെ ബോധ്യപ്പെടുത്തുന്നത്. ഇതുപോലെ തന്നെ അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണയുടെ വേളയിൽ നിശ്ചയിച്ച കാര്യങ്ങളിലൊന്നാണ് ഷുഹൂദ്, സാക്ഷികൾ ഉണ്ടാവുക എന്നത്. അന്ത്യനാളിലെ സാക്ഷികൾ 4 വിഭാഗമാണ്. 1 നബിമാർ, 2 മലക്കുകൾ, 3 മനുഷ്യർ ആ തിന്മകൾ പ്രവർത്തിച്ച സ്ഥലമേതാണോ ആ സ്ഥലം, ആ ഭൂമി, ആ പ്രദേശം, 4 മനുഷ്യരുടെ അവയവങ്ങൾ തന്നെയും. ഈ 4 സാക്ഷികൾ വിചാരണയിൽ ഉണ്ടാകുന്നതാണ്. നബിമാർ സാക്ഷ്യം പറയുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. ഈ ആയത്ത് കേട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞത്. അവിടുന്ന് ഖുർആൻ ഓതിക്കൊണ്ട് സഹാബിയോട് പറഞ്ഞു, ഹസ്ബുക മതി എന്ന് പറഞ്ഞത്. അവിടത്തേക്ക് താങ്ങാൻ കഴിയാതെ നിർത്തിപ്പിച്ച ഭാഗം ഇതാണ്. അള്ളാഹു പറഞ്ഞു നബിയോട് പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, ഓരോ ജനതയിൽ നിന്നും അവരുടെ സാക്ഷിയെ നാം കൊണ്ടുവരികയും വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദ, ഇവരുടെ സാക്ഷിയായി നബിയെ അങ്ങേ നാം കൊണ്ടുവരികയും ചെയ്താൽ എങ്ങനെയുണ്ടായിരിക്കും? ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അവിടുന്നേക്ക് ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബി വമാ തഅഖർ, മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അവിടത്തേക്ക് പുറത്തു നൽകപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ആ ആയത്ത് ഭയപ്പെടുത്തി. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞേക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിചാരണ ചെയ്യുന്നു എന്നത് അവിടത്തേക്ക് യാതൊരു പ്രയാസവും സൃഷ്ടിക്കുന്നതല്ല, മറിച്ച് അവിടുത്തെ ഉമ്മത്തിന് മേൽ തെളിവ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് നബിയോട് ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമുക്ക് ആ ആയത്ത് എന്ത് ചലനമാണ് ഉണ്ടാക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവരും, നബിമാരെ കൊണ്ടുവരും. അതുപോലെ തന്നെ ഈ ഉമ്മത്ത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത ലിതകൂനു ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. നിങ്ങളെ നാം മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു, മറ്റു ജനങ്ങൾക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി. എങ്ങനെ സാക്ഷ്യം പറയാം? മറ്റെല്ലാ ജനങ്ങൾക്കും അവരുടെ നബിമാർക്ക് വേണ്ടി സാക്ഷി പറയുന്നത് ഈ ഉമ്മത്തായിരിക്കും. എങ്ങനെ സാക്ഷി പറയാം? നാം ഖുർആനിൽ വായിച്ചിട്ടുണ്ട്, അള്ളാഹു നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട് നൂഹ് നബിയുടെ ഉമ്മത്തിൻ്റെ ചരിത്രം. നമ്മളതിൽ വിശ്വസിച്ച ആൾക്കാർ. അപ്പം അവരുടെ ഉമ്മത്തിനുമേൽ ഈ ഉമ്മത്ത് സാക്ഷ്യം പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി സാക്ഷി പറയുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നാം വിശ്വസിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് വേണ്ടിയും സാക്ഷ്യം പറയുന്നതാണ്. അതുപോലെ മലക്കുകൾ സാക്ഷ്യം പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തു ഖാഫിൽ പറഞ്ഞതുപോലെ വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്, ഓരോ മനുഷ്യരും വന്നെത്തുമ്പോൾ അവനെ കൊണ്ടുവരാൻ ഒരു മലക്കുണ്ടായിരിക്കും,
അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷി പറയാൻ മറ്റൊരു മലക്കുണ്ടായിരിക്കും. മലക്കുകൾ 3 മനുഷ്യരുടെ ശരീരത്തിലെ അവയവങ്ങൾ സാക്ഷ്യം പറയുന്നതാണ്. ഖുർആനിൽ അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഫസ്സിലത്തിൽ അള്ളാഹു പറയുന്നു, വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാരി ഫഹും യൂസഊൻ. നരകത്തിലേക്ക് അള്ളാഹുവിൻ്റെ ശത്രുക്കളെ കൂട്ടം കൂട്ടമായി കൊണ്ടുവരപ്പെടുന്ന ദിവസം, ഹത്താ ഇദാ മാ ജാഊഹാ ഷഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വഅഫ്ഇദതുഹും സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനു യഅമലൂൻ. അങ്ങനെ അവരവിടെ വന്നെത്തിയാൽ അവരുടെ തൊലിയും അവരുടെ കണ്ണും അവരുടെ കേൾവിയും സാക്ഷ്യം പറയുന്നതാണ്. വഖാലു ലിജുലൂദിഹിം, അവരവരുടെ തൊലിയോട് പറയുന്നതാണ്, ലിമ ഷഹിദ്തും അലൈന, നിങ്ങൾ എന്തിനാണ് നമുക്കെതിരെ ഖാലു അൻതഖന അല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ചവനായ റബ്ബ്, വഹുവ ഖലഖകും അവ്വല മറത്തിൻ വഇലൈഹി തുർജഊൻ, അവനാകുന്നു നിങ്ങളെ പഠിച്ചത്, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നത്. വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉക്കും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും, നിങ്ങൾ തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ തൊലികളും നിങ്ങളുടെ കേൾവിയും കാഴ്ചയും നിങ്ങൾക്കെതിരെ സാക്ഷി പറയുമെന്ന ചിന്തയിൽ ആ തിന്മകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാറുണ്ടായിരുന്നില്ല. വലാകിൻ ظننتم അന്ന അല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന പലതും ധാരാളം കാര്യങ്ങൾ അള്ളാഹു അറിയുന്നില്ലെന്നാണ്. ദാലിക്കും ظنكمുല്ലദീ ظننتم, നിങ്ങൾ ധരിച്ചു വച്ച വിചാരം അതായിരുന്നു. അർദാക്കും, എത്ര അധമമാണ് നിങ്ങളുടെ കാര്യം. ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ, അതിനാൽ നിങ്ങൾ അന്ത്യനാളിൽ മനുഷ്യരുടെ തൊലിയും കേൾവിയും കാഴ്ചയും ഒക്കെ സാക്ഷി പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും അത് വിശദമായി വന്നിട്ടുണ്ട്, വേറെയും വന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങൾക്കും അത് സംഭവിക്കുന്ന. അതുപോലെ തന്നെ അന്ത്യനാളിൽ സാക്ഷി പറയുന്ന മറ്റൊരു കാര്യം ഭൂമിയാണ്. സൂറത്തു സൽസലയിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാ ലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക വഹാലഹ. ആ ദിവസത്തിൽ ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്നതാണ്. അള്ളാഹു അതിന് എന്താണ് അന്ത്യനാളിൽ ചോദ്യം ചെയ്യപ്പെടാനിരിക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം നിൻ്റെ അഖീദയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം നിൻ്റെ അഖീദയാണ്. ശിർക്ക് ചെയ്തവർ, കുഫ്ർ പ്രവർത്തിച്ചവർ, അവരോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സൂറത്ത് ശുആറ ഖുർആനിൽ നിങ്ങൾ പലയിടത്തും ഇത് കാണാം. ശിർക്കിൽ നിന്ന് താക്കീത് ചെയ്യുന്ന ഇത്തരം ആയത്തുകൾ സഹോദരങ്ങളെ നിങ്ങൾ അർത്ഥമറിഞ്ഞ് ശ്രദ്ധിച്ച് വായിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈമാൻ കാര്യങ്ങളിൽ ഒരു കാര്യം പോലും തൗഹീദിൻ്റെയും ഷിർക്കിൻ്റെയും ഗൗരവവും പ്രാധാന്യവും ഓർമ്മപ്പെടുത്താത്തതായിട്ടില്ല. എല്ലാം അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഏത് വിശ്വാസകാര്യം എടുത്താലും തൗഹീദും ഷിർക്കും അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യമാണ്. തൗഹീദ് ശ്രദ്ധിക്കുക, ഈമാൻ ശ്രദ്ധിക്കുക, ഇസ്ലാമിലുള്ള വിശ്വാസം എപ്പോഴും പരിശോധിക്കുക. മുൻഗാമിൽ സുഫിയാൻ ബിൻ ഉയൈന റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരിക്കൽ ഹജ്ജിനു വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി തൻ്റെ വാഹനപ്പുറത്ത് കയറി. വാഹനം യാത്ര തുടങ്ങിയപ്പോൾ അദ്ദേഹം കരഞ്ഞു. ചില ആളുകൾ ചോദിച്ചു, നിങ്ങളുടെ തിന്മകൾ ആലോചിച്ചിട്ടാണ് നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പുൽനാമ്പുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ഈ പുൽനാമ്പുകളെ പോലെയാണ് എനിക്കെൻ്റെ തിന്മകൾ. ഞാൻ പേടിക്കുന്നത് ഇസ്ലാം തൗഹീദ് എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമോ എന്ന കാര്യമാണ്. തൗഹീദ് എനിക്ക് നഷ്ടപ്പെടുമോ? സഹോദര, തൗഹീദില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടരുത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ദുആ ചെയ്യുക, നന്നായി ദുആ ചെയ്യുക അള്ളാഹുവിനോട്, ഇസ്ലാമിൽ മരിപ്പിക്കാൻ വേണ്ടി, ഷഹാദത്ത് കലിമയിൽ മരിപ്പിക്കാൻ വേണ്ടി നന്നായി ദുആ ചെയ്യുക. വിഗ്രഹങ്ങളെ തകർത്ത് ഇബ്രാഹിം നബിയുടെ ദുആ എന്താണ്? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹു എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ കാക്കണേ റബ്ബേ. വിഗ്രഹങ്ങളെ തകർത്ത് ഇബ്രാഹിം നബിയുടെ ദുആ ആണത്. തൗഹീദ് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ എന്താണ്? അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ് സർഫ് ഖൽബി അലാ തആതിക. ഹിദായത്ത് നമ്മുടെ കയ്യിലല്ല. ഹിസാബിൻ്റെ ദിവസം
ഏറ്റവും കടുത്ത നിരാശയിൽ ഉണ്ടാകുന്നത് ഷിർക്കിലും കുഫറിലും അകപ്പെട്ടവരാണ്. അവരെക്കാൾ നിങ്ങൾ ചിന്തിക്കൂ, നരകം അവരുടെ മുന്നിലുണ്ട്. തകാദു തമയ്യസു മിനൽ ഗൈദ്, കോപം കൊണ്ടത് പൊട്ടിത്തെറിക്കാനായിരിക്കുന്നു. ഇതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് അവനോട് പറയണം, ഷിർക്ക് ചെയ്തവൻ്റെ അവസ്ഥ എന്താണ്? സ്വർഗം ഇനി അവൻ്റെ പ്രതീക്ഷയിൽ എവിടെയുമില്ല. അള്ളാഹു അവൻ ഒരു കാര്യവും പുറത്തു കൊടുക്കാനിരിക്കുന്നില്ല, ഒരു നന്മയും സ്വീകരിക്കപ്പെടുന്നില്ല. ഇനി അവസാനമില്ലാതെ ഇതിലേക്കാണ് പ്രവേശിക്കുന്നത്. അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? നരകത്തിന് മുൻപിൽ നിൽക്കുന്ന അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇസ്ലാമിലല്ലാതെ മരിച്ചു. അള്ളാഹു ഖുർആനിൽ പറയാൻ, വഖീല ലഹും ഐനമാ കുൻതും തഅബുദൂന മിൻ ദൂനില്ലാഹ്, അവരോട് നാളെ ചോദിക്കപ്പെടുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, കുഫാറുകൾക്കുള്ള വിചാരണ എന്ന് പറയുന്നത് അവരോട് നന്മയും തിന്മയും ചോദിക്കുന്നതല്ല. അവർ ചെയ്ത അമലുകൾ കാണിച്ചു കൊടുക്കും, ഇതെല്ലാം നീ ചെയ്തിട്ടുണ്ട്, നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകും. ഇതല്ലാതെ നന്മയും തിന്മയും തൂക്കി നോക്കുക എന്നത് കുഫാറുകൾക്കില്ല. മുശ്രിക്കീങ്ങൾക്ക് അവിടെ ആ അർത്ഥത്തിലുള്ള വിചാരണ ഇല്ല തന്നെ. ചെയ്തത് കാണിച്ചു കൊടുക്കും. അള്ളാഹു പറയണം, അവരോട് ചോദിക്കപ്പെടും, ഐനമാ കുൻതും തഅബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നതെല്ലാം ഇപ്പോൾ ഹൽ യൻസുറൂനകും ഔ യൻതസിറൂൻ, ഹൽ യൻസുറൂനകും, അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, അന്ത്യനാളിൽ മനുഷ്യൻ ശിർക്ക് ചെയ്തിട്ട് വന്നെത്തുന്ന ഒരാളുടെ കാര്യം എന്താണ്? ഇന്ന് ആളുകൾ പറയുന്നു നോക്കൂ, മുസ്ലിം പേരുള്ള ആൾക്കാർ പറയുന്നു നോക്കൂ, ശിർക്ക് ചെയ്തിട്ട് പരലോകത്തെത്തി നമുക്ക് ഇവരുണ്ടാവും അവരുണ്ടാവും. ഹൽ യൻസുറൂനകും, അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? അം യൻതസിറൂൻ, സഹായത്തിനായി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു പറയാൻ, വയജഅലൂന ലിമാ ലാ യഅലമൂന നസീബൻ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അള്ളാഹു അല്ലാത്തവർക്ക് അവർ പങ്ക് നൽകുന്നു. എന്നാൽ അള്ളാഹ് നൽകിയ ആട് വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുന്നു. അള്ളാഹ് നൽകിയ സമ്പത്ത് അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ നേർച്ച നേരുന്നു. അള്ളാഹു പറയും, തല്ലാഹി ലതുസ്അലുന്ന അമ്മാ കുൻതും തഫ്തറൂൻ, അള്ളാഹു തന്നെ സത്യമാണ്. ലതുസ്അലുന്ന അമ്മാ കുൻതും തഫ്തറൂൻ, നിങ്ങൾ കെട്ടിച്ചമച്ചതിനെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുന്നതാണ്. അല്ലാത്തവർക്ക് കൊടുത്തത് സെയ്ദ് ബിൻ അമർ ബിൻ നുഫൈൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുൻപ് അദ്ദേഹം തൗഹീദുള്ള ആളായിരുന്നു. ജാഹിലിയ കാലത്തെ തൗഹീദ് പാലിച്ചിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം മുശ്രിക്കുകളോട് ചോദിക്കുമായിരുന്നു എന്നാണ്, അശ്ശാ ഖലഖഹല്ലാഹ്, അള്ളാഹു ആണ് ആടിനെ പടച്ചത്, എന്നിട്ട് നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് ആടിനെ ബലിയർപ്പിക്കുകയാണോ? തൗഹീദ് അവതരിക്കുന്നതിന് മുൻപ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വഹി നൽകപ്പെടുന്നതിന് മുൻപ് ജാഹിലിയ കാലത്ത് ഒരാൾ ചോദിക്കാൻ, അള്ളാഹ് പടച്ച ആടിന് നിങ്ങൾ അല്ലാത്തവർക്കാണ് കൊടുക്കുന്നത്? വീടുണ്ടാക്കുമ്പോഴും മറ്റേതൊക്കെ കോഴി നർത്തും ജിന്നിനും വലിയനും ഒക്കെ അറക്കുന്നവർ ഓർക്കുക, ഇത് നന്നായി ഓർക്കുക. ഷിർക്ക് സഹോദര അടുപ്പിക്കാതിരിക്കുക, ഷിർക്ക് ചെറുതോ വലുതോ ആകട്ടെ. അതുപോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം റസൂലുകളോട് എന്ത് ഉത്തരം പറഞ്ഞു എന്നതാണ്. നബിമാർക്ക് എന്ത് ഉത്തരം നൽകി, അള്ളാഹുവിൻ്റെ റസൂലിന് എങ്ങനെ ഉത്തരം നൽകി, രണ്ടാമത്തെ കാര്യം. ഒന്ന് ഷഹാദത്ത് കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹു പറയുന്നു, വയൗമ യുനാദീഹിം ഫയഖൂലു മാദാ അജബ്തുമുൽ മുർസലീൻ, നാം അവരെ വിളിക്കുന്നതാണ്, അവരെ അള്ളാഹു വിളിക്കുന്നതാണ്. മാദാ അജബ്തുമുൽ മുർസലീൻ, നിങ്ങളെ റസൂലുകൾക്ക് എന്ത് ഉത്തരമാണ് നൽകിയത്? ഫഅമിയത് അലൈഹിമുൽ അംബാഉ യൗമഇദിൻ ഫഹും ലാ യതസാഅലൂൻ, അള്ളാഹുവിൻ്റെ മുൻപിൽ നബിമാരെ നിഷേധിച്ചവർ, അവരുടെ വാക്കുകളെ തള്ളിയവർ, ഫഅമിയത് അലൈഹിമുൽ അംബാ, തെളിവുകളെല്ലാം അവർക്ക് മറന്നുപോകുന്നതാണ്, ഒന്നും പറയാനില്ല. വഹും ലാ യതസാഅലൂൻ, ഒന്ന് അപ്പുറത്തുള്ളവനോട് എന്തു മറുപടി പറയുമെന്ന് ചോദിക്കാൻ പോലും അവർക്ക് കഴിയും. അള്ളാഹുവിൻ്റെ റസൂലിന് എന്ത് ഉത്തരമാണ് കൊടുത്തത്? എന്തുത്തരം കൊടുക്കേണ്ടത്? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ, എന്നാണ് മറുപടി. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ സമിഅന, ഞങ്ങൾ നബിയെ കേട്ടിരിക്കുന്നു, വഅതഅന, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഇതാണ് നബിക്ക് കൊടുക്കാനുള്ള മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഹിസാബിൽ. അതുപോലെ തന്നെ പ്രവർത്തിച്ച അമലുകൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സൂറത്തുൽ ഹജ്റിൽ അല്ലാഹു പറഞ്ഞു, ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ, എൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം, നാം അവരോട് ചോദ്യം ചെയ്യുന്നതാണ്
അവർ പ്രവർത്തിച്ചുകൊണ്ട്. സൂറത്തു റഹ്മാനിൽ അല്ലാഹു പറഞ്ഞു ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസുൻ വലാ ജാൻ. അന്നേ ദിവസം തൻ്റെ ചെയ്തു പോയ തിന്മകളെക്കുറിച്ച് ലാ യുസ്അൽ, ചോദിക്കപ്പെടുന്നതല്ല. ഇൻസുൻ വലാ ജാൻ, മനുഷ്യനാകട്ടെ ജിന്നാകട്ടെ. എന്നിട്ട് തഫ്സീറിൽ ഇബ്നു അബ്ബാസ് അദ്ദേഹം പറഞ്ഞു, തിന്മ ചെയ്ത ഒരുത്തനോട് നീ ഇങ്ങനെ ഒരു തിന്മ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുകയില്ല, നീ എന്തിനിത് ചെയ്തു എന്നേ ചോദിക്കും. ചെയ്തിട്ടുണ്ടെന്ന് അവനറിയാം. എന്തിന് ഇത് ചെയ്തിട്ടില്ലേ, ഇത് നീ ചെയ്തതല്ലേ എന്ന് ചോദിക്കില്ല. എന്തിനിത് ചെയ്തു, ഇതായിരിക്കും ചോദ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബ. 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ കാൽ മുന്നോട്ട് നീക്കപ്പെടുകയില്ല. കാൽ മുന്നോട്ട് വെക്കാൻ പറ്റും. അൻ ഉംരിഹി ഫീമ അഫ്നാഹ്, അവൻ്റെ ആയുസ്സിനെ കുറിച്ച്, എന്ത് കാര്യത്തിലാണ് അത് ചെലവഴിച്ചത്. കിട്ടിയ ഇതുവരെയുള്ള ആയുസ്സിനെ കുറിച്ച് ഇപ്പോൾ ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ്? ഇതുവരെ കിട്ടിയ ആയുസ് എന്ത് ചെയ്തു, എന്താണ് അതിൻ്റെ ഉത്തരം? വഅൻ ഇൽമിഹി ഫീമ അമിൽ, അവൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച്, അതുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു. ഇതുവരെ പഠിച്ച വിജ്ഞാനം, അതിനെക്കുറിച്ച് ഇപ്പോൾ ചോദിക്കപ്പെട്ടാൽ എന്താണ് നമ്മുടെ ഉത്തരം? വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹ്, അവൻ്റെ സമ്പത്തിനെ കുറിച്ച്, എവിടെ നിന്നാണ് ഇത് സമ്പാദിച്ചത്, എന്തിലാണിത് ചെലവഴിച്ചത്. ഇതുവരെയുള്ള സമ്പത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ എന്താണ് ഉത്തരം? അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞ ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ അവനവനെ സ്വന്തം വിചാരണ ചെയ്യുക, വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ്. ഒരു 2 നിമിഷ നേരത്തേക്ക് സ്വന്തം തിരിഞ്ഞു നോക്കിയാൽ അവനവൻ്റെ ആയുസ്സിനെ കുറിച്ച് ചോദിച്ചാൽ 2 നിമിഷ നേരത്തേക്ക് ചിന്തിക്കുമ്പോഴേ നമ്മുടെ ഉത്തരം പലപ്പോഴും നമുക്ക് വ്യക്തമാണ്. അത് പലപ്പോഴും സന്തോഷകരമല്ല. ഷെയ്ഖ് മുഖ്ബിൽ ഇബ്നു ഹാദി അൽ വാദിഇ മുഹദ്ദിസായിരുന്നു, അത് വലിയ ആലിം, കിതാബുകൾ ഒക്കെ രചിച്ച ആൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മറ്റോ പറഞ്ഞേക്കാണ്, അദ്ദേഹം കണ്ണാടിക്ക് മുൻപിൽ നിന്ന് തൻ്റെ നരച്ച താടി പിടിച്ചുകൊണ്ട് ചോദിക്കുമായിരുന്നു, ഞാൻ ഇത്ര വയസ്സായി, എന്താണ് നീ ഇസ്ലാമിന് വേണ്ടി ചെയ്തത് എന്ന് അദ്ദേഹം സ്വയം ചോദിക്കുമായിരുന്നാണ്. നമ്മൾ സ്വയം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? അതുപോലെ സഹോദരങ്ങളെ, ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം അള്ളാഹു നൽകിയ നിഅമത്തുകളാണ്, അനുഗ്രഹങ്ങളാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിൻ്റെ കാര്യം എന്താണ്? അള്ളാഹു അതിനെക്കുറിച്ച് സൂറത്ത് ഖുറൈശ് അള്ളാഹു അവതരിപ്പിച്ചുകൊണ്ട് ഖുറൈശികളോട് അള്ളാഹു പറയാം ലീലാഫി ഖുറൈശ് ഈലാഫിഹിം, ഖുറൈശികൾ അള്ളാഹു ഇണക്കിയതിനാൽ, അവർക്ക് അള്ളാഹു വേനലിലെയും തണുപ്പിലെയും യാത്ര എളുപ്പമാക്കിയതിനാൽ. എന്താ അവർക്ക് എളുപ്പമാക്കിയത്? വേനലിൽ ഷാമിലേക്ക്, യമനിലേക്ക് വേനലിൽ അവർക്ക് ഷാമിലേക്ക് യാത്ര ചെയ്യാം. അവരുടെ വഴി അന്ന് പിന്നെ ആനക്കലഹം സംഭവിച്ചു. മക്കക്കാർ അത്ഭുതകരമായ ഒരു കാര്യം മക്കയിൽ സംഭവിച്ചു. സ്വാഭാവികമായിട്ടും മറ്റ് ഗോത്രങ്ങൾക്ക് ഖുറൈശികളെ പേടിയായി. അപ്പം അള്ളാഹു പറയണം, നിങ്ങൾക്ക് ഇത്ര നിർഭയമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നു, വേനലിൽ നിങ്ങൾക്ക് ഷാമിലേക്ക് പോകാം, ആരെയും പേടിക്കണ്ട. ഏത് മാസങ്ങൾ വഴി ദൂരം ഒട്ടകത്തിനു മുകളിൽ കയറി പലതും പ്രയാസങ്ങളൊക്കെ നേരിട്ട് പോകുന്ന യാത്രയെക്കുറിച്ചാണ് ഈ പറയുന്നത്. തണുപ്പ് കാലത്ത് നിങ്ങൾക്ക് യമനിലേക്ക് പോകാം, ഷാമിൽ പോയാൽ നിങ്ങൾക്ക് വേണ്ട കച്ചവട സാധനങ്ങൾ വാങ്ങിക്കാം, യമനിൽ പോയാൽ നിങ്ങൾക്ക് ധാന്യങ്ങൾ വാങ്ങിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നിഅമത്തായി എടുത്തു പറഞ്ഞ കാര്യമാണത്. മാസങ്ങൾ വഴി ദൂരമുള്ള യാത്രയെക്കുറിച്ച് നമ്മളോട് ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ ഒക്കെ. നിങ്ങൾ ഉംറ നോക്കൂ, ഉംറ ഹജ്ജും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇനി ചിലപ്പോൾ കണ്ട് തിരിച്ചൊരു കാഴ്ചയുണ്ടാകില്ല എന്ന പ്രതീക്ഷയിൽ പോയിരുന്ന യാത്രയാണ് ഉംറയും ഹജ്ജൊക്കെ. ഇന്ന് ഇവിടെ നിന്ന് പോയാൽ ഒരു 2 ലിറ്ററിൻ്റെ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടിച്ചു തീരുന്നതിന് മുൻപ് നമ്മളവിടെ എത്തി. കുടിച്ചു തീരുന്നത് എന്തായിരിക്കും നിഅമത്തുകളുടെ അവസ്ഥ, ഈ അനുഭവിച്ച അനുഗ്രഹങ്ങൾ നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ ഹുറൈറ അദ്ദേഹം പറയുന്നു, ഒരു രാവിലെയോ പകലോ രാത്രിയിലോ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വിശന്നുകൊണ്ട്. എന്നിട്ട് അബൂബക്കറിനെയും ഉമറിനെയും കണ്ടു. അവിടുന്ന് ചോദിച്ചു, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സ്സാഅ, ഈ സമയത്ത് നിങ്ങൾ എന്തിനാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്? അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാഹിബുമാർ അവർ പറഞ്ഞു, അൽ ജൂഉ യാ റസൂൽ അള്ളാഹ്, നബി വിശപ്പ് കൊണ്ട് പുറത്തിറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന വല്ലദി നഫ്സി ബിയദിഹി, അള്ളാഹു തന്നെ സത്യം, ലഅഖ്റജനി അല്ലദി അഖ്റജകുമാ,
നിങ്ങൾ എന്തിനെയാണോ പുറത്തിറങ്ങിയത് അത് തന്നെയാണ് ഞാനും പുറത്തിറങ്ങാനുള്ള കാരണം. ഖൂമു, വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് പോയി. ചെന്നപ്പോൾ അൻസാരി വീട്ടിലുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. ഒരു പാത്രത്തിൽ കുറച്ച് ഈത്തപ്പഴവും കുറച്ച് വെള്ളവും അവർക്ക് മുന്നിൽ വെച്ചു കൊടുത്തു. ഒരാടിനെ അറക്കാൻ വേണ്ടി അദ്ദേഹം പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക വൽ ഹലൂബ്, പാല് ചുരത്തുന്ന ആടിനെ അറക്കരുത് എന്ന് പറഞ്ഞു. അയാൾ ആടിനെ അറുത്ത് കൊണ്ടുവന്നു, അവർക്ക് മുന്നിൽ വെച്ചു. അവർ ആ ഭക്ഷണം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലതുസ്അലുന്ന അൻ ഹാദൻ നഈമി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച്. അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂഅ്, വിശപ്പ് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തെത്തിച്ചു. ثم لم ترجعوا حتى أصابكم هذا النعيم, വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ അനുഗ്രഹവും ലഭിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് വിശപ്പ് കാരണം വീട്ടിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ളത് നമ്മുടെ ജീവിതകാലത്ത്? അള്ളാഹുവിൻ്റെ റസൂലും സഹാബിമാരുമാണ്. അവരോട് ഇത് ചോദിക്കപ്പെടുമെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്തുകൊണ്ടും വ്യക്തമാണ്. അതുപോലെ ചോദ്യം ചെയ്യപ്പെടാനിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് കരാറുകളാണ്. അള്ളാഹുവിനോടുള്ള കരാറും അടിമകളോടുള്ള കരാറും. അള്ളാഹു പറഞ്ഞു, വഔഫു ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊല, നിങ്ങൾ കരാറുകൾ പാലിക്കുക, കരാറുകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നു. അതുപോലെ ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം അവനവൻ്റെ കേൾവിയും കാഴ്ചയും ബുദ്ധിയുമാണ്, അല്ലെങ്കിൽ ചിന്താശേഷിയുമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന അസ്സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അറിവില്ലാത്ത കാര്യത്തിന് പുറകെ കൂടരുത്. നിന്റെ കേൾവിയും കാഴ്ചയും ഹൃദയവുമെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. മുഫസ്സിരീങ്ങൾ ചിലർ പറഞ്ഞു, ലാ തഖുൽ റഅയ്തു വലം തറ, നീ കാണാത്തത് കണ്ടു എന്ന് പറയരുത്. വലാ തഖുൽ സമിഅ്തു വലം തസ്മഅ, കേൾക്കാത്തത് കേട്ടു എന്ന് പറയരുത്. വലാ തഖുൽ അലിംതു വലം തഅലം, നീ അറിയാത്തത് അറിഞ്ഞു എന്ന് പറയരുത്. അതാണ് ഈ പറഞ്ഞ ചോദ്യം ചെയ്യാൻ, അറിയാത്ത കാര്യം പറയാതിരിക്കുക. അതിൽ തന്നെ ഏറ്റവും ഗൗരവമുള്ള കാര്യങ്ങളിലൊന്നാണ് കാണാത്ത സ്വപ്നം കണ്ടു എന്ന് പറയുന്നത്. കാരണം സ്വപ്നം വഹയിൻ്റെ ഭാഗമാണ്. അതിൽ കളവ് പറയുക എന്നുള്ളത് കൂടുതൽ ഗൗരവമുള്ള കാര്യം. അന്ത്യനാളിൽ വിചാരണ പല രൂപത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ രൂപം ഹിസാബുൻ യസീർ, ലളിതമായ വിചാരണയാണ്. ആ വിചാരണ നൽകപ്പെടുന്നത് വലങ്കയിൽ പുസ്തകം നൽകപ്പെടുന്നവർക്കാണ്. അഹ്ലുൽ യമീൻ അല്ലെങ്കിൽ അസ്ഹാബുൽ യമീൻ അവരാണ്. വലത് കൈയിൽ പുസ്തകം നൽകപ്പെടുന്ന ആളുകൾ, അവർക്കാണ് ഹിസാബുൻ യസീർ, ലളിതമായ വിചാരണ ഉണ്ടാകും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവർ, അവർക്ക് ലളിതമായ വിചാരണയായിരിക്കും. ഈ വിചാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിവരിക്കാം. രണ്ടാമത്തേത് ഹിസാബുൻ അസീർ. അള്ളാഹു ഖുർആനിൽ അല്ലെങ്കിൽ സൂഉൽ ഹിസാബ് നേരിടുന്ന ആളുകൾ, കടുത്ത വിചാരണ നേരിടുന്ന ആളുകൾ, അവർ നരകത്തിലായിരിക്കും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, വല്ലദീന ലം യസ്തജീബു ലൗ അന്ന ലഹും മാ ഫിൽ അർദി ജമീഅൻ വമിസ്ലഹു മഅഹു ലഫ്തദൗ ബിഹി ഉലൈക ലഹും സൂഉൽ ഹിസാബ്. അള്ളാഹുവിൻ്റെ റസൂലുകൾക്ക് ഉത്തരം നൽകാത്തവർ, അവർക്കാണ് ഏറ്റവും മോശമായ വിചാരണ ഉണ്ടാകുക. വമഅവാഹും ജഹന്നം വബിഅ്സൽ മിഹാദ്, അവർക്ക് നരകമായിരിക്കും സങ്കേതം. ഈ ഹദീസ്, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഓരോ തിന്മയും ചോദ്യം ചെയ്യപ്പെടുകയും അള്ളാഹു പുറത്തു നൽകാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണിവർ. ഓരോ തിന്മയും ചെയ്തതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. മുഅ്മിനീങ്ങൾ അന്ത്യനാളിൽ വന്നെത്തിയാൽ പല തരക്കാരുണ്ട്. അതിലേറ്റവും അഫ്ളലായ വിഭാഗം വിചാരണയെ ഇല്ലാത്തവരാണ്. അത് ഒഴിവാക്കി നൽകപ്പെടും. വിചാരണ ഉണ്ടാവില്ല അവർക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കിതാബുൽ ഹദീസ്, നിങ്ങൾ പലരും ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വഅദനി അൻ യുദ്ഖില മിൻ ഉമ്മതി അൽ ജന്നത 70,000 ബിഗൈരി ഹിസാബ്. 70,000 ആളുകളെ എൻ്റെ ഉമ്മത്തിൽ നിന്ന് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാമെന്ന് അള്ളാഹു എനിക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. സഹാബിമാരിൽ ഒരാൾ പറഞ്ഞു, വല്ലാഹി മാ ഉലൈക ഫി ഉമ്മതിക ഇല്ലാ കദ്ദുബാബിൽ അസ്ഹബ് ഫി ദുബ്ബാൻ.
സാധാരണ ഈച്ചകൾക്കിടയിൽ ചുവന്ന നിറമുള്ള ഈച്ച എത്രയുണ്ടായിരിക്കുമോ അതുപോലെ വളരെ കുറച്ചെണ്ണം മാത്രമല്ലേ ഇത് നബിയെ, അങ്ങയുടെ ഉമ്മത്തിൽ ഇത്രയും കുറച്ച് ആൾക്കാർ, 70,000 ആൾക്കാർ, ഇത്ര കുറച്ച് ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന റബ്ബി ഖദ് വഅദനി 70,000 മഅ കുല്ലി അൽഫിൻ 70,000. എൻ്റെ റബ്ബ് എനിക്ക് 70,000 ആളുകളെ വിചാരണയില്ലാതെ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ 1000-ഓടൊപ്പവും വീണ്ടും ഒരു 70,000 ഉണ്ടായിരിക്കും. വസാദനി 3 ഹസയാത്തിൻ, അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കരങ്ങൾ കൊണ്ട് 3 തവണ എൻ്റെ ഉമ്മത്തിൽ നിന്ന് കോരിയെടുക്കുന്നതാണ്. ആ കോരലിൽ വിചാരണയില്ലാതെ രക്ഷപ്പെടുന്നവർ അത് വരെയുമുണ്ടായിരിക്കും. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹി ഹദീസിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരാൾക്ക് ഈ പറഞ്ഞതിൽ ഉൾപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക, വിലക്കിയത് അള്ളാഹു ഹറാമാക്കിയത് ഉപേക്ഷിക്കുക. വവഖഫ ഇൻദ ഹുദൂദില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ എവിടെയാണോ അവിടെ നിൽക്കുക, ഖലാസ് അവന് കിട്ടും ഇൻഷാ അള്ളാഹ്. ഒന്നാമത്തെ വിഭാഗം അതാണ്, വിചാരണയില്ലാത്തവർ. രണ്ടാമത്തെ വിഭാഗം വിചാരണയുണ്ട്, പക്ഷേ അവരുടെ വിചാരണ അർദ്ദാണ്. അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കും. നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത് കാണിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹ് ബിൻ അംറിന്റെ ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ബിൻ ഉമറിന്റെ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിൻ, അള്ളാഹു ഒരു മുഅ്മിനിനെ അടുത്തേക്ക് നിർത്തുന്നതാണ്. ഫയദഉ അലൈഹി കനഫഹു വയസ്തുറുഹു, അള്ളാഹു അവൻ്റെ മറ അവന് മേൽ വെക്കുന്നതാണ്. മറ്റുള്ളവർ അവനെ കാണുകയില്ല, അവനെ മറച്ചു പിടിക്കും. അങ്ങനെ മഹ്ശറിൽ മറ്റു മനുഷ്യരുണ്ട്, അവരുടെ മുന്നിൽ അവനെ കാണിക്കുകയില്ല, അവന് മറയിടുന്നതാണ്. ഫയഖൂലു അതഅരിഫു ദംബ കദാ അതഅരിഫു ദംബ കദാ, എന്നിട്ട് അവനോട് അള്ളാഹു ചോദിക്കും, ഈ തിന്മ നീ ചെയ്തത് നിനക്കറിയുമോ, ഈ തിന്മ ചെയ്തത് നിനക്കറിയുമോ? ഫയഖൂലു നഅം ഐ റബ്ബി, ഓരോ തിന്മ കാണുമ്പോഴും അവൻ പറയും, അതെ അള്ളാഹു എനിക്കിതാ. ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി, അങ്ങനെ അവൻ്റെ ഓരോ തിന്മകളും അള്ളാഹ് കാണിച്ചു കൊടുത്ത് അവനെ അത് അള്ളാഹു ബോധ്യപ്പെടുത്തും. വറഅ ഫി നഫ്സിഹി അന്നഹു ഹലക്, അവൻ്റെ മനസ്സിൽ വിചാരിക്കും എൻ്റെ കാര്യം നാശത്തിലായിരിക്കുന്നു, നഷ്ടത്തിലായിരിക്കുന്നു എന്ന് അവൻ വിചാരിക്കുന്ന സമയമെത്തിയാൽ അള്ളാഹു അവനോട് പറയും, സതർതുഹാ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ ഈ തിന്മകൾ നിനക്ക് വേണ്ടി ഞാൻ മറച്ചു വച്ചിരുന്നു. വഅന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നേ ദിവസം ഞാൻ നിനക്കത് പുറത്തു തരികയാണ്. ഫയുഅ്താ കിതാബ ഹസനാതിഹി, എന്നിട്ട് അവന് അവൻ്റെ നന്മകളുടെ കിതാബ് കയ്യിൽ നൽകപ്പെടും. അപ്പോഴാണ് അവന്, അതുകൊണ്ടാണ് മുഅ്മിനിൻ്റെ നന്മകൾ മായ്ച്ചു വെച്ച കിതാബായിരിക്കും അവന് കിട്ടുക. അതുകൊണ്ടാണ് അവൻ മറ്റുള്ളവരോട് പറയുന്നത്, ഹാ ഉഖറഉ കിതാബിയ, എൻ്റെ കിതാബ് നിങ്ങൾ വായിച്ചോളൂ എന്നവൻ പറയുന്നത്. അവൻ്റെ കിതാബുകൾ തിന്മ ഉണ്ടാവില്ല, രേഖപ്പെടുത്തി മായ്ച്ചാളുണ്ടാവും. അതുകൊണ്ടാണ് മഗ്ഫിറത്തിൻ്റെ അർത്ഥങ്ങളിൽ ഒന്ന് മഹ്വാൻ, തിന്മകൾ മായ്ക്കുക എന്നുള്ളതാണ്. അല്ലാഹു മഗ്ഫിറത്ത് ചോദിക്കുമ്പോൾ തിന്മ മായ്ക്കാനാണ്. വഅമ്മൽ കാഫിറു വൽ മുനാഫിഖൂൻ, എന്നാൽ കുഫാറുകൾ മുനാഫിഖുകൾ, ഫയഖൂലുൽ അഷ്ഹാദ്, അവരുടെ കാര്യത്തിൽ മലക്കുകൾ സാക്ഷികൾ വിളിച്ചു പറയും, ഹൗലാഇ അല്ലദീന കദബു അലാ റബ്ബിഹിം, ഇവരാണ് തങ്ങളുടെ റബ്ബിൻ്റെ മേൽ കള്ളം കെട്ടി ചമച്ചവർ. അലാ ലഅ്നത്തുല്ലാഹി അലൽ ളാലിമീൻ, അതിക്രമികൾക്ക് മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. ഇതാണ് അൽ ഹിസാബുൽ യസീർ, അതായത് മുഅ്മിനിന് ഉണ്ടാകുന്ന ഈ അർദ്, ഇതാണ് അൽ ഹിസാബു അൽ യസീർ. ഇതിൻ്റെ രൂപങ്ങളിൽപ്പെട്ടതാണ് ഹദീസുകളിൽ വന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ പറയുന്നതാണ്. മുഅ്മിനായ ഒരാളോട് പറയും, യബ്ന ആദം മരിദ്തു ഫലം തഉദ്നി, എനിക്ക് അസുഖമായിരുന്നു, നീ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവൻ പറയും, യാ റബ്ബി കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, അവൻ പറയും, അല്ലാഹുവേ നീ ലോകങ്ങളുടെ റബ്ബാണ്, ഞാൻ എങ്ങനെ നിന്നെ രോഗമാകുമ്പോൾ സന്ദർശിക്കും? അല്ലാഹു പറയും, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മറിദ് ഫലം തഉദ്ഹു, എൻ്റെ ഇന്ന അടിമ അദ്ദേഹത്തിന് അവന് രോഗം ബാധിച്ചത് നീ അറിഞ്ഞിരുന്നില്ലേ? ഫലം തഉദ്ഹു, നീ അവനെ സന്ദർശിച്ചില്ല. അമാ അലിംത അന്നക ലൗ ഉദ്തഹു ലവജദ്തനി ഇൻദഹു, നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ അവൻ്റെ അരികിൽ നിനക്ക് എന്നെ കാണാൻ, അല്ലെങ്കിൽ നിനക്ക് എന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രതിഫലം അവന് ലഭിക്കുമായിരുന്നു. യബ്ന ആദം ഇസ്തത്അംതുക ഫലം തുത്ഇംനി,
അല്ല മനുഷ്യ, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചല്ലോ, നീ എനിക്ക് ഭക്ഷണം തന്നില്ല. അവൻ പറയും, യാ റബ്ബി കൈഫ ഉത്ഇമുക വ അൻത റബ്ബുൽ ആലമീൻ. അല്ലാഹുവേ, ഞാൻ നിനക്ക് എങ്ങനെ ഭക്ഷണം നൽകും, നീ റബ്ബുൽ ആലമീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു പറയുന്നതാണ്, അമാ അലിംത അന്നഹു ഇസ്തതഅമക അബ്ദി ഫുലാനുൻ ഫലം തുത്ഇംഹു. എൻ്റെ ഇന്ന അടിമ നിന്നോട് ഭക്ഷണം ചോദിച്ചില്ലേ, നീ അവന് ഭക്ഷണം നൽകിയിരുന്നെങ്കിൽ ലവജദ്ത ദാലിക ഇൻദി, നീ ആ ചെയ്ത പ്രവർത്തനം എൻ്റെ അരികിൽ നിനക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇബ്ന ആദം ഇസ്തസ്ഖൈതുക ഫലം തസ്ഖിനി, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചു, നീ എനിക്ക് വെള്ളം തന്നില്ല. ഈ പറഞ്ഞ ഹദീസ് അർദിന്റെ രൂപങ്ങളിൽപ്പെട്ടതാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൽ എവിടെയും നിന്നെ ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കുമെന്നില്ല. നീ എന്തുകൊണ്ട് ചെയ്തില്ല, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല? അതൊരു സ്നേഹമുള്ള അനുകമ്പയുള്ള ചോദ്യമാണ്, ഭയപ്പെടുത്തുന്ന ചോദ്യമല്ല. ഈ ചോദ്യം അർദിന്റെ രൂപങ്ങളിൽപ്പെട്ടതാണ് എന്ന് ചിലർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. മറ്റൊരു വിഭാഗം സൂക്ഷ്മമായി വിചാരണ ചെയ്യപ്പെടാനിരിക്കുന്നവരാണ്. അവർക്കാണ് മുനാഖശ ഉണ്ടാവുക. അപ്പോൾ വിചാരണ എങ്ങനെയാണ്? വിചാരണ ഇല്ലാത്തവർ ലാ ഹിസാബ് അലൈഹിം വലാ അദാബ്. 2, അർദുള്ളവർ തിന്മ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് പുറത്തു കൊടുക്കുക. 3ാമത്തെ വിഭാഗം മുനാഖശയാണ്. അവർക്ക് മുനാഖശയുണ്ടാകും. സൂക്ഷ്മമായി ഓരോ പ്രവർത്തനങ്ങളും ചോദ്യം ചെയ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ പറഞ്ഞത് ഹദീസുകൾ വിവരിച്ചത് കാണാം. പല ഹദീസുകൾ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വലൻ നാസി യുഖ്ദാ യൗമൽ ഖിയാമത്തി അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി വിധി പറയുന്ന 3 ആളുകൾ, അന്ത്യനാളിൽ വന്നെത്തുന്ന 3 ആളുകൾ. ഒരാൾ റജുലുൻ ഉസ്തുഷ്ഹിദ്, ഷഹീദായ ഒരു മനുഷ്യനാണ്. ഫഉതിയ ബിഹി, അവനെ കൊണ്ടുവരപ്പെടും. ഫഅറഫഹു നിഅമഹു, അല്ലാഹു അവന് ചെയ്ത അനുഗ്രഹങ്ങൾ അവനെ ബോധ്യപ്പെടുത്തും. ഫഅറഫഹ, അങ്ങനെ അവനത് തിരിച്ചറിയും, അവനത് അംഗീകരിക്കും. അവനോട് ചോദിക്കും, ഫമാ അമിൽത ഫീഹ, ഈ അനുഗ്രഹങ്ങൾക്ക് നീ എന്താണ് ചെയ്തത്? അവൻ പറയും, ഖാതൽതു ഫീക ഹത്ത സ്തുഷ്ഹിദ്തു. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട്, അങ്ങനെ രക്തസാക്ഷിയായിട്ടും. അല്ലാഹു പറയും, ഫഖാല കദബ്ത, നീ പറഞ്ഞ കളവാണ്. വലാകിന്നക ഖാതൽത ലിഅൻ യുഖാല ജരീഉൻ, ധൈര്യവാനാണെന്ന് ആളുകൾ പറയുന്നതിനു വേണ്ടിയാണ് നീ യുദ്ധം ചെയ്തത്. ഫഖദ് ഖീൽ, ആളുകൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ثم أمر به فسحب على وجهه حتى ألقي في النار, പിന്നീട് അവനെ വലിച്ചു കൊണ്ടുപോകാൻ, മുഖം കുത്തിയ നിലയിൽ അവനെ വലിച്ചു കൊണ്ടുപോകാൻ കൽപ്പിക്കുകയും അവനെ നരകത്തിലേക്ക് എറിയുകയും ചെയ്യും. ഈ ഹദീസിൽ ഉൽഖിയ ഫിന്നാർ എന്ന് പറയുന്നത് ചിലർ പറഞ്ഞേക്കണം, ശരീങ്ങൾ പറഞ്ഞേക്കണം, കല്ല് വലിച്ചെറിയുന്നത് പോലെയായിരിക്കും നരകത്തിലേക്ക് വലിച്ചെറിയാന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കും. 2ാമത്തെയാൾ വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമഹു വഖറഅൽ ഖുർആൻ, ഇൽമു പഠിച്ച ഒരാളാണ്. അയാളത് പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു, ഖുർആൻ ഓതുകയും ചെയ്തിരിക്കുന്നു. ഫഉതിയ ബിഹി, അവനെ കൊണ്ടുവരപ്പെടും. ഫഅറഫഹു നിഅമഹു അറഫ, അവനെ അനുഗ്രഹങ്ങൾ ബോധ്യപ്പെടുത്തും, അവനെ തിരിച്ചറിയും. ഫഖാല ഫമാ അമിൽത ഫീഹ, നീ എന്താണ് ഈ അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ചെയ്തത്? അവൻ പറയും, തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു, ഞാൻ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. വഖറഅതു ഫീകൽ ഖുർആൻ, നിനക്ക് വേണ്ടി ഞാൻ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തു. അല്ലാഹു പറയും, കദബ്ത വലാകിന്നക തഅല്ലംതൽ ഇൽമ ലിയുഖാല ആലിം. അല്ലാഹു പറഞ്ഞു കളവാണ്. തഅല്ലംത ലിയുഖാല ആലിം, നീ ആലിമാണെന്ന് പറയാൻ വേണ്ടിയാണ് ആളുകൾ പറയുന്നതിന് വേണ്ടിയില്ല, ഇത് പറയപ്പെട്ടു കഴിഞ്ഞു. വറജുലുൻ വസ്സഅ അല്ലാഹു അലൈഹി വഅഅതാഹു മിൻ അസ്നാഫിൽ മാലി കുല്ലിഹി ഫഉതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹ. 3ാമത്തെയാൾ സമ്പത്ത് അല്ലാഹു നൽകിയ മനുഷ്യനാണ്. അയാൾ അതുകൊണ്ട് ധാരാളം സദഖകൾ ചെയ്തിട്ട് വരികയും അയാളുടെ അനുഗ്രഹങ്ങൾ അയാളെ ബോധ്യപ്പെടുത്തുകയും അയാളോട് ചോദിക്കും, ഫമാ അമിൽത ഫീ, നീ പറഞ്ഞതുകൊണ്ട് എന്താണ് ചെയ്തത്? അയാൾ പറയും, മാ തറക്തു മിൻ സബീലിൻ തുഹിബ്ബു അൻ യുൻഫഖ ഫീഹാ ഇല്ലാ അൻഫഖ്തു ഫീഹാ ലക്, ഏതൊരു വഴിയുണ്ടോ സദഖ ചെയ്യാൻ, അതിലെല്ലാം അല്ലാഹു നിനക്ക്. അയാളോട് പറയപ്പെടും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്.
വലാകിന്നക ഫഅൽത ലിയുഖാല ഹുവ ജവാദ്, വലിയ ഉദാരവാനാണ് എന്ന ആളുകൾ പറയുന്നത്. ഫഖദ് ഖീൽ, അത് പറയപ്പെട്ടിരിക്കുന്നു. സുമ്മ ഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹിഹി, അവനെയും മുഖം കുത്തിയെന്ന്. ഇതാണ് മുനാഖശയുടെ രൂപം. മുനാഖശയിൽ ഓരോ തിന്മകളും അവനോട് ഓരോ തിന്മകളും ചെയ്തത് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയും പുറത്തു കൊടുക്കാതെ. സഹോദരങ്ങളെ, ഹിസാബ് അതിൻ്റെ ദിവസമാകട്ടെ പണ്ഡിതന്മാർ പറയാറുള്ള കുല്ലു മാ ഹുവ ആതിൻ ഫഹുവ ഖരീബ്, വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞതൊക്കെ നിനക്ക് എത്താൻ അധികം ദിവസങ്ങളൊന്നുമില്ല. ഇന്ന് മരിച്ചാൽ കഴിഞ്ഞു. ഈ പറഞ്ഞതൊക്കെ അടുത്ത് തന്നെ. അള്ളാഹു നമ്മെ പഠിച്ചതിൻ്റെ എന്തിനാ പഠിച്ചത്? വമാ ഖലഖ്തുൽ, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആ ആയത്തിൻ്റെ തഫ്സീർ പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ് ലിആമുറഹും വഅൻഹാഹും, അവരോട് ചിലത് കൽപ്പിക്കാനും ചിലത് വിലക്കാനുമാണ്. കൽപ്പിച്ചത് ചെയ്യുക, വിലക്കിയത് ഉപയോഗിക്കുക. എങ്കിൽ ഇൻഷാ അള്ളാഹ് രക്ഷപ്പെടാം. എത്ര ദിവസം ഇനി ബാക്കിയുണ്ട്? നീ ജീവിച്ചതിൽ ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞു, ഇനി എത്ര ബാക്കിയുണ്ടായി? ഈ ബാക്കിയുള്ള കുറച്ചു ദിവസങ്ങൾ സബ്രോടുകൂടി നന്നാക്കിയാൽ ഇൻഷാ അള്ളാഹ് എത്രയാണ് കാത്തിരിക്കുന്നത്? അവസാനമില്ലാത്തതാണ്. അള്ളാഹുവിനെയാണ് കണ്ടുമുട്ടാൻ, രോഗങ്ങളുടെ റബ്ബിനെയാണ്. ഇത്ര കാലം ആർക്കു വേണ്ടിയാണ് സുജൂദ്? അവനെയാണ്. അവൻ്റെ അരികിലേക്ക് ശുദ്ധമായ അവസ്ഥ ജീവൻ നന്നാക്കുക. ഈ ഹദീസുകൾ, ഹിസാബിൻ്റെ ഹദീസുകൾ ധാരാളമുണ്ട്. ആ ഹദീസുകൾ ഓരോന്നും ഖുർആൻ ആയത്തുകൾ മാത്രം തന്നെ മതി. ഹദീസുകൾ വേറെ തന്നെ ഉണ്ട്. അർത്ഥം മനസ്സിലാക്കി കൊണ്ടുപോകുന്നത്, തഫ്സീർ പഠിച്ചുകൊണ്ട് പോകുന്നത്. ഖുർആൻ നിങ്ങൾക്കുള്ള ഏറ്റവും ശക്തമായ വാഇദാണ്. അള്ളാഹുവാണ് സംസാരിക്കുന്നത്, അള്ളാഹുവാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ മുൻ നമുക്ക് ഹിസാബ് അള്ളാഹു പറയണം. ഞാനത് മലക്കുകളെ ഏൽപ്പിക്കുമായിരുന്നു എന്നു പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയല്ല പറഞ്ഞത്. വകഫാ ബിനാ ഹാസിബീൻ, വിചാരണക്ക് നാം മതി എന്നാണ്. അള്ളാഹുവാണ്, ഒരു സൃഷ്ടി അതിനിടയിലില്ല. അടിമ അള്ളാഹുവിൻ്റെ മുൻപിൽ നിൽക്കുന്നതാണ്. വലൈസ ബൈനഹു വബൈന അല്ലാഹി തുർജുമാൻ, അവനും അള്ളാഹുവിനുമിടയിൽ ഒരു പരിഭാഷകനില്ലാതെ നിൽക്കുന്ന ഖുന്നാറ വലൗ ബിശിഖി തംറ, ഖുന്നാറ വലൗ ബിശിഖി തംറ, ഒരു ഈത്തപ്പഴത്തിൻ്റെ കഷ്ണം കൊണ്ടാണെങ്കിലും നരകത്തിന് മുൻപിൽ ഒരു മറ വെക്കുക, ഉണ്ടാവുന്ന നന്മ ചെയ്യുക. നിനക്കൊരു നന്മയോട് അള്ളാഹു ഇഷ്ടം തോന്നിപ്പിച്ചിട്ടുണ്ടോ? അധികരിപ്പിക്കുക. എനിക്ക് ചില നന്മകൾ അള്ളാഹു ചിലർക്ക് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് പല നന്മകളുണ്ട്. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കുമല്ലോ. ചിലർക്ക് നിസ്കാരമായിരിക്കും, ചിലർക്ക് ഖുർആനായിരിക്കും. ഖുർആൻ ഓതാ ഭംഗി കിട്ടുന്നുണ്ടോ, സന്തോഷം തോന്നിക്കുന്നു, പരമാവധി ഇത് ചെയ്യുക. കാരണം അള്ളാഹു നിനക്ക് ചെയ്ത ഖൈറാണത്. ഏത് നന്മയാണോ നിനക്ക് അള്ളാഹു എളുപ്പം നൽകിയിരിക്കുന്നത്, ഇഷ്ടം തന്നിരിക്കുന്നത്, ആ നന്മ അധികരിപ്പിക്കുക. മറ്റ് നന്മകളിൽ നിന്ന് കുറഞ്ഞതല്ലാത്തൊരു പങ്കു നീ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. اللهم حاسبنا حسابا يسيرا، اللهم اغفر لنا ذنوبنا كلها دقها وجلها صغيرها وكبيرها سرها وعلانيتها، اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا، اللهم اغفر لنا ذنوبنا كلها، اللهم اغفر لنا جهلنا وإسرافنا في أمرنا، اللهم اغفر لنا جهلنا وإسرافنا في أمرنا وما أنت أعلم به منا، اللهم اغفر لنا جدنا وهزلنا وخطأنا وعمدنا وكل ذلك عندنا، اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا وما أنت أعلم به منا، اللهم إنا ظلمنا أنفسنا ظلما كثيرا، اللهم إنا ظلمنا أنفسنا ظلما كثيرا ولا يغفر الذنوب إلا أنت، فاغفر لنا مغفرة من عندك إنك أنت الغفور الرحيم، اللهم يا حي يا قيوم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين، اللهم أصلح لنا ديننا وأصلح لنا دنيانا وأصلح لنا آخرتنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر، اللهم أحينا ما علمت الحياة خيرا لنا وتوفنا ما علمت الوفاة خيرا لنا، اللهم اجعل كل قضاء قضيته لنا خيرا، اللهم اغفر لنا ذنوبنا وتقبل منا واعف عنا وارحمنا واجبرنا يا أرحم الراحمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم، سبحانك اللهم وبحمدك.